അമ്മ ആഗ്രഹിച്ചത് കുർബാനയുടെ സമയത്ത് കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. പക്ഷേ അന്ന് കൊച്ചിൻ്റെ അസുഖം കൂടി, കൊണ്ടുവരാൻ പറ്റിയില്ല, മരണപത്രത്തിലെത്തി. അതുകൊണ്ട് അപ്പൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൊച്ചിൻ്റെ അടുത്ത് വീട്ടിലിരിക്കുകയാണ്. പക്ഷെ അമ്മയ്ക്ക് തോന്നി കുർബാനയെ ഒന്ന് പങ്കെടുക്കണം, കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിപ്പോഴും ഓർക്കുന്ന രംഗം, അമ്മ കുട്ടികളെ ഇങ്ങനെ ലൈനായിട്ട് നിർത്തിയിരിക്കുക, പള്ളിയുടെ മുക്കാൽ ഭാഗം വരെ കുട്ടികൾ നിൽപ്പുണ്ട്. അതിൻ്റെ ഏറ്റവും വരെ അമ്മ ഇങ്ങനെ മുട്ടമായി നിൽക്കുക കുർബാന സമയത്ത്. വിശുദ്ധ കുർബാന ഇത് നിങ്ങളുടെ പാപമോചനത്തിനായി മുറിക്കപ്പെടുന്ന ശരീരം നിങ്ങൾ പറഞ്ഞ നേരത്ത് ഞാനറിയുന്നില്ലത് ഈ സ്ത്രീ പറഞ്ഞത് അക്കാലുകൾ തീകോളം പെട്ടെന്ന് അങ്ങോട്ട് പൊങ്ങിയിട്ട് ഇവരുടെ വീട്ടിലേക്ക് 2 വഴിയുണ്ട്. വണ്ടിക്ക് പോകാൻ വഴി കുറച്ച് അകലമാണ്, ഇടവഴി കൂടെ പോകാം. ആ ഇടവഴി കൂടെ ഈ തീകോളം പറന്ന് പോകണം ഇവർ കണ്ടായിരുന്നു. അത് അപ്പത്തിന് അവർക്ക് മനസ്സിലായി എന്താ സംഭവിച്ചിട്ടുണ്ട്. വീട്ടിൽ ചെന്നപ്പം കണ്ട അത്ഭുതം. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് മഴ വന്ന കാരണം ഈ അപ്പൻ അലക്കി പുറത്തിട്ട് തുണിയെടുക്കാൻ വേണ്ടി മഴ വന്നപ്പോൾ ഉടനെ ചാടി പുറത്തിറങ്ങി തുണിയെടുത്ത് അകത്ത് കയറി കഴിയുമ്പോൾ കണ്ട കാഴ്ച വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ കഴുത്ത് മുതൽ പാദം വരെ തൊലിയില്ലാതെ ചോരയും പഴുപ്പൊഴുകുന്ന കൊച്ച് ഇപ്പം ജനിച്ച് വീണ ആളെപ്പോലെ എഴുതിയിട്ട് നിൽപ്പുണ്ടോ. ആ കൊച്ച് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക. ഇവർക്ക് അപ്പോഴേക്ക് അമ്മയെ ഓടിച്ചെന്ന്. രണ്ടുപേർക്ക് സഹിക്കാം. രണ്ടുപേരും കൊച്ചിനെ എടുത്ത് ചുമന്നുകൊണ്ട് അപ്പം തന്നെ ഓടി 1 കിലോമീറ്ററോളം വരണം. ഓടി പള്ളിയിൽ വന്ന അവിടെ കുറേ ആൾക്കാർക്ക് കുറേയെല്ലാം കാണിച്ചു കൊച്ചിന് വന്ന മാറ്റം. എനിക്ക് പിന്നെ അന്നൊന്നും എനിക്കത് മനസ്സിലായി. എനിക്ക് പിന്നെ മനസ്സിലാകുന്നത് കുർബാന അർപ്പിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? പാപം മോചിക്കപ്പെട്ടു. പാപം മോചിക്കപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം വിട്ടു ഒരുങ്ങോട് കിട്ടും. അതുകൊണ്ടാണ് കുർബാനയെ പറ്റി വിളിക്കുന്നത് യൂക്കറിസ്റ്റ് ഹീൽസ് എന്നാണ് പറയുന്നത്. അതിപ്പോൾ ഒരു ഈ ഫിസിക്കൽ ഹീലിംഗ് വെറുതെ ഒരു സൈൻ കൂടെയാണ്, നമുക്ക് മനസ്സിലാകുമ്പോൾ. പക്ഷേ അതിലുപരി ഇന്നർ ഹീലിംഗ് നടക്കുന്നു. കുർബാന നടക്കുന്ന സമയത്ത് ഇന്നർ ഹീലിംഗ് നടക്കുന്നുണ്ട്. ആന്തരികമായി വലിയ വിടുതൽ സംഭവിക്കും. നമ്മൾ വിശ്വസിക്കണമെന്ന് മാത്രം. കുർബാന എഴുന്നേച്ച് വെക്കുമ്പോൾ അങ്ങനെയാണ്. ഞാൻ മനസ്സിലാക്കിയിട്ട് ഈ ആരാധനയുള്ള ഇടവകൾ, ദീപികാരുടെ ആരാധനയുള്ള ഭയങ്കര അത്ഭുതം നടക്കുന്നുണ്ട്. മദർ തെരേസ ഒരിക്കൽ മദർ തെരേസയോട് ഈ അമേരിക്കൻ US ബിഷപ്സ് കോൺഫറൻസിൽ ഒരു ചോദ്യം ചോദിച്ചു. മദർ തെരേസയോട് ഈ യൂറോപ്പിൽ സംഭവിച്ച പോലെ വിശ്വാസം തകർന്നു പോകാതിരിക്കാൻ അമേരിക്കയിൽ എന്താണ് ചെയ്യുന്നത്? മദർ തെരേസ ഉടനെ കൊടുത്ത മറുപടി, നിങ്ങളുടെ എല്ലാ പള്ളികളിലും നിത്യ ആരാധന ആരംഭിക്കുക. സാത്താൻ്റെ തല തകർക്കാൻ, അവൻ്റെ പ്രവൃത്തി നശിപ്പിക്കാമെന്ന ഈശോ എഴുന്നള്ളി ഇരിക്കുന്നതിനാൽ തന്നെ തിന്മകളെല്ലാം വിട്ടു. കുർബാനയിലൊക്കെ എന്താ സംഭവിക്കുക? എന്തൊരു അത്ഭുതമാണ് കുർബാന സംഭവിക്കുക. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് കുർബാന ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ പാപമോചനത്തിനായി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ അത് വാസ്തവത്തിൽ? നിങ്ങളുടെ പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമെന്ന് ഈശോ ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കും. അത് സംഭവിക്കുന്നുണ്ടെന്ന് അർത്ഥം. അതുകൊണ്ടാണ് ഈ കുർബാനയുടെ സമയത്ത് രോഗശാന്തി നടക്കുന്നത്. ലോകം മുഴുവനും അവൻ്റെ പിന്നാലെ പോവുകയാണ് എന്നതായിരുന്നു യേശുവിനെ പറ്റിയുള്ള യഹൂദ നേതാക്കന്മാരുടെ പരാതി. ലോകം മുഴുവനും അവൻ്റെ പിന്നാലെ പോവുകയാണ്. അപ്പോസ്തലന്മാർ എല്ലായിടങ്ങളിലും പ്രസംഗിച്ചപ്പോൾ ജനങ്ങൾ ഇപ്രകാരം റിമാർക്ക് പറഞ്ഞു, ലോകത്തെ തലകിഴുമേൽ മറിച്ചവർ ഇതാ ഇവിടെയും എത്തിയിരിക്കുന്നു. ലോകചരിത്രം തന്നെ ക്രിസ്തുവിന് മുൻപ് ക്രിസ്തുവിന് ശേഷമെന്ന് നടുവേ മുറിക്കത്തക്കവണ്ണം യേശുക്രിസ്തു ലോകത്തിന് മുഴുവനും കർത്താവായി നിലകൊള്ളുകയാണ്. 2635 മെത്രാന്മാർ 3.5 വർഷക്കാലം രാപകലില്ലാതെ വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രാർത്ഥനയിലും പഠനത്തിലും ചെലവഴിച്ച ശേഷം തയ്യാറാക്കിയ 2-ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയുടെ ഏറ്റവും പ്രധാന രേഖകളിൽ 4 ഒന്നായ ചേർച്ച് ഇൻ ദ മോഡേൺ വേൾഡ് എന്ന രേഖയുടെ 45-ാം ഖണ്ഡികയിൽ സഭാപിതാക്കന്മാർ ഒന്നടങ്കം ഇങ്ങനെ പറഞ്ഞു, യേശുക്രിസ്തുവാണ് ചരിത്രത്തിൻ്റെ കേന്ദ്രബിന്ദു. സകല മനുഷ്യരുടെയും അഭിലാഷപൂർത്തി യേശുക്രിസ്തുവാൻ തന്നെ ആണ് എന്ന് ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞതല്ല. 3.5 വർഷം നീണ്ടു നിന്ന 2-ാം വത്തിക്കാൻ സുവർണകദോസിൻ്റെ അവസാനത്തിൽ
കത്തോലിക്കാ സഭയിൽ മുഴുവൻ മെത്രാന്മാരും കൂടെ ഐക്യകണ്ഠ്യേന പ്രഖ്യാപിച്ചതാണ് യേശുക്രിസ്തുവാണ് ചരിത്രത്തിൻ്റെ കേന്ദ്രബിന്ദു, യേശുക്രിസ്തുവാണ് മനുഷ്യരാശിയുടെ അഭിലാഷപൂർത്തി. നമ്മൾ വേദപുസ്തക താളുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പൗലോസ് ശ്ലീഹായുടെ മാനസാന്തര കഥ. പൗലോസ് അപ്പോസ്തലൻ സ്വയം പറയുന്നു, 8-ാം ദിവസം യഹൂദ മതത്തെപ്പറ്റി അദ്ദേഹം അഭിമാനിച്ചിരുന്ന കാര്യം പറയുകയാണ്. മാനസാന്തരപ്പെട്ട ശേഷം 8-ാം ദിവസം പരിച്ഛേദന സ്വീകരിച്ചവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, നിയമപ്രകാരം ഫരീസേയൻ. ഗമാലിയേലിൽ നിന്ന് പിതാക്കന്മാരുടെ നിയമം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനാണ് ഞാൻ. ദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമറ്റവൻ. പൗലോസ് സാവൂളായിരുന്ന കാലത്ത് ചെയ്തിരുന്ന കാര്യത്തെപ്പറ്റി അദ്ദേഹം അപ്പോസ്തലപ്രവൃത്തി 8:3 എങ്ങനെയാണ് പറയുന്നത്? വീടുകൾ തോറും കയറി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് തടവിലേൽപ്പിക്കുകയായിരുന്നു. പിന്നീട് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ എത്തിയപ്പോൾ അദ്ദേഹം വിചാരണയ്ക്ക് വിധേയനായപ്പോൾ അവിടെ പോലും പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോസ്തലപ്രവൃത്തി 22:4 പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ധിച്ച് കാരാഗൃഹത്തിൽ ഏൽപ്പിച്ച് ഈ നവീന മാർഗത്തെ ഞാൻ ആമരണം പീഡിപ്പിച്ചു. യേശുവിൻ്റെ നാമത്തിന് വിരുദ്ധമായി പലതും ചെയ്യേണ്ടതുണ്ടെന്ന് ഒരിക്കൽ ഞാൻ തന്നെയും വിശ്വസിച്ചു. ജെറുസലേമിൽ ഞാൻ അങ്ങനെ പ്രവർത്തിച്ചു. ആ സൗളാണ് ഡമാസ്കസിലേക്ക് ക്രൈസ്തവരെ വധിക്കാൻ വേണ്ടി കുതിരപ്പുറത്ത് ചീറിപ്പായുമ്പോൾ ഉത്ഥിതനായ കർത്താവിനെ ആകാശമേഘങ്ങളിൽ കണ്ടിട്ട് അവിടെ കവിഴുന്നടിച്ച് വീണുകൊണ്ട് പൗലോസ് യേശുവിനെ കർത്താവ് നാഥനുമായി സ്വീകരിച്ചു. തുടർന്ന് അപ്പോസ്തലപ്രവൃത്തി 9:20 നമ്മൾ വായിക്കും, ഞെട്ടിപ്പോകും. അവിടെ എഴുതപ്പെട്ട എങ്ങനെയാണ്? അപ്പോസ്തലപ്രവൃത്തി 9:20 അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോസ്തലപ്രവൃത്തി 9:22 വീണ്ടും നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. 2 വാക്യത്തിന് ശേഷം വായിക്കുന്നത് ഇങ്ങനെയാണ്: സാവൂളാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തുവൻ തെളിയിച്ചുകൊണ്ട് ഡമാസ്കസിൽ താമസിച്ചിരുന്ന യഹൂദരെ ഉത്തരം മുട്ടിച്ചിരുന്നു. അപ്പോസ്തലന്മാരുടെ പ്രബോധനത്തെപ്പറ്റി അഭിവന്യ പിതാവ് കുർബാന മധ്യേ പറയുകയുണ്ടായല്ലോ. ക്രൈസ്തവർ അവരുടെ വിശ്വാസ ജീവിതം നയിച്ചിരുന്നത് അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങളിൽ ആയിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വേദപുസ്തകം എഴുതപ്പെട്ടിട്ടില്ലെന്ന്. ബൈബിളിലെ ആദ്യത്തെ പുസ്തകം കൊരിന്തോസുകാരുടെ തെസ്സലോനിക്കരുടെ ലേഖനമാണത്. അത് എഴുതപ്പെടുന്ന 55 കൂടിയാണ് എഴുതപ്പെടുന്നത്. കർത്താവ് മരിച്ചിട്ട് വർഷങ്ങളോളം സുവിശേഷങ്ങൾ ഒന്നും രേഖപ്പെടുത്തപ്പെട്ടിരുന്നില്ല. 397 ആണ്ട് വരെ ഇന്ന് കാണുന്ന സമ്പൂർണ്ണ ബൈബിൾ ഈ രൂപത്തിലായിരുന്നുമില്ല. അതുകൊണ്ട് ആദിമ ക്രൈസ്തവരുടെ സുവിശേഷം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ പ്രബോധനമായിരുന്നു. അപ്പോസ്തല പ്രബോധനത്തിൻ്റെ ഏറ്റവും കാതലായ വിഷയം എന്തായിരുന്നു? 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. ജന്മനാ മുടന്തനെ ജെറുസലേം ദേവാലയ കവാടത്തിൽ വെച്ച് ഒറ്റ വാക്കുകൊണ്ട്, യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേൽക്കുക എന്ന ഒറ്റ ആജ്ഞാവചനം കൊണ്ട് പത്രോസ് സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ജെറുസലേം നഗരം മുഴുവൻ പരിഭ്രമിച്ചു. ഇങ്ങനെ പോയാൽ എന്താകും? അവനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയിട്ട് പിന്നെ അടങ്ങണില്ലല്ലോ, അവൻ്റെ ശിഷ്യന്മാർ വന്ന് പിന്നെ പ്രശ്നം ഉണ്ടാക്കുകയാണല്ലോ എന്ന് കരുതി യഹൂദരും പണ്ഡിതന്മാരും എല്ലാം അസ്വസ്ഥരായി അവരെ ചോദ്യം ചെയ്തപ്പോൾ പത്രോസ് അസന്നിഗ്ധമായി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: പണിക്കാരായ നിങ്ങൾ, അപ്പോസ്തലപ്രവൃത്തി 4:11-12, പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. കാരണം നാം രക്ഷിക്കപ്പെടേണ്ടതിന് ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഇതാണ് അപ്പസ്തോലിക് ടീച്ചിങ്. അപ്പസ്തോലന്മാരുടെ എല്ലാം പ്രതിനിധിയായി പത്രോസ് പറഞ്ഞത് അതാണ്. ഇന്നലെ നമ്മൾ കേൾക്കുകയുണ്ട യേശുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ മധ്യഭാഗത്ത് വെച്ച് ഈശോ ആരാണെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. തോമാസ് ശ്ലീഹ ഈശോയോട് പറയുന്നത്, നീ കർത്താവും ദൈവവുമാണ്. കർത്താവ് എന്ന വാക്കിനർത്ഥം ഈശോ ദൈവമാണ് എന്നാണെന്ന് നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. നമ്മുടെ ക്രിസ്തീയ പ്രാർത്ഥന പോലും എല്ലാം കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് ഇതൊക്കെ പറയുകയുണ്ടായി. ഈശോ ദൈവമാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട സത്യം. കത്തോലിക്കാ സഭയുടെ മതഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുകയാണ്: ഒരുവൻ ക്രിസ്ത്യാനി ആയിരിക്കണമെങ്കിൽ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുക അനിവാര്യമാണ്. ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുക എന്നതിനർത്ഥം പുത്രനായ ദൈവമാണ് ഈശോ. പിതാവിനും
പരിശുദ്ധാത്മാവിന് സമനായ ഒരേ സത്തയുള്ള സത്യദൈവത്തിലുള്ള സത്യദൈവമാണ് യേശു എന്ന് വിശ്വസിക്കുകയാണ് യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം. അതുകൊണ്ട് അപ്പസ്തോലിക പ്രബോധനം ഇതാണ് പ്രിയപ്പെട്ട. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഈശോ ഏകരക്ഷകനാണെന്നുള്ളതാണ് അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. ഈശോ ഏകരക്ഷകനാണ്, മറ്റാരിലും രക്ഷയില്ല. ഇനി രക്ഷ എന്ന വാക്കിനർത്ഥം നമ്മൾ കണ്ടെത്തണം. രക്ഷ എന്നത് സമഗ്ര വിമോചനമെന്നാണ്, ടോട്ടൽ ഫ്രീഡം. നമ്മളെല്ലാ മനുഷ്യരും ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ ബന്ധിതരാണ്, അടിമകളാണ്, സ്വതന്ത്രരല്ല. സ്വതന്ത്രരില്ലാത്തടത്തോളം കാലം നമുക്ക് യഥാർത്ഥമായി സന്തോഷം ഉണ്ടാകുകയില്ല. സ്വതന്ത്രരാകുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥമായ ശാന്തിയിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് രക്ഷ എന്ന് പറയുന്നത് രക്ഷ എന്ന് പറയുന്നത് ഒരടിമത്തത്തിൻ്റെ വിപരീതമാണ്, വിമോചനമാണ്. കർത്താവ് തൻ്റെ കന്യപ്രസംഗത്തിൽ നസ്രത്തിലെ സിനഗോഗിൽ പ്രസംഗിച്ചത് നിങ്ങൾക്ക് അറിയാം അല്ല? കർത്താവ് എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്? കർത്താവ് അവിടെ ഒരു ഗസ്റ്റായിട്ട് വന്നതാണ്. അപ്പോൾ ഈശോയോടുള്ള ഒരു ബഹുമാനം കൊണ്ടായിരിക്കണം സിനഗോഗ് അധികാരി അന്ന് പ്രസംഗിക്കാനായിട്ട് ഈശോ ഏൽപ്പിക്കുകയാണ്. ഈശോ പ്രത്യേക പ്രസംഗമൊന്നും പറഞ്ഞില്ല. യേശയ്യായുടെ പ്രവചനം 61-ാം അധ്യായം, അത് പലപ്പോഴായി നൂറ്റാണ്ടുകളായി സിനഗോഗുകൾ വായിക്കപ്പെടുന്ന ഭാഗമാണ്. ഈശോ തുറന്നപ്പോൾ അതാണ് കിട്ടിയത്. അത് വായിച്ച ശേഷം ഈശോ പറഞ്ഞു, ഈ തിരുവെഴുത്ത് നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ഇന്ന് നിറവേറി. അത് ഞെട്ടിപ്പോയി. എന്താ നിറവേറിയത്? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അടിമകളെ സ്വതന്ത്രരാക്കാൻ ഞാൻ വന്നിരിക്കുന്നു. യഹൂദന്മാരോടുമായി തർക്കിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, പാപം ചെയ്യുന്നവനാണ് യഥാർത്ഥ അടിമ. പാപം ചെയ്യുന്ന എല്ലാവരും അടിമകളാണ്. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം. അതുകൊണ്ട് രക്ഷ എന്ന വാക്കിന് കൃത്യമായ അർത്ഥം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം പാപത്തിൽ നിന്നുള്ള വിടുതൽ എന്ന് തന്നെയാണ്. യൗസേപ്പ് പിതാവിന് മംഗളവാർത്ത അറിയിക്കുമ്പോൾ 2 മംഗളവാർത്ത നിങ്ങൾക്കറിയാമല്ലോ. മാതാവിനുള്ളതാണ് നമ്മൾ മംഗളവാർത്ത പറയാറുള്ളത്. പക്ഷേ യൗസേപ്പ് പിതാവിനും ഒരു മംഗളവാർത്ത കിട്ടുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം അധ്യായം 1 18 മുതൽ വാക്യങ്ങളിലാണ്. ഈ സമയത്ത് നമ്മൾ പലപ്പോഴും വായിക്കാറുള്ള ഭാഗമാണത്. യൗസേപ്പ് പിതാവ് അറിയാതെ മാതാവ് ഗർഭിണിയായി ഇവരറിഞ്ഞ് യൗസേപ്പ് പിതാവ് വളരെ സങ്കടപ്പെട്ട് വിഷമിച്ച് മാതാവിനെ ഉപേക്ഷിക്കാൻ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയ സമയത്ത് മാലാഖ വന്ന് പറയുന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവനെ യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അപ്പൊ ഈ ലോകം മുഴുവനും അവൻ്റെ പിന്നാലെ പോകുന്നുവെന്ന് യഹൂദന്മാർ ഇഷ്ടത്തോടെ അല്ല പറയുന്നതെങ്കിലും അതാണ് സത്യം. ലോകത്തുള്ള മനുഷ്യർ പല ജാതി വിഭാഗങ്ങൾ പെട്ടുപോയിട്ടുണ്ട്. കാരണം ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ ജനിച്ചാൽ ഹിന്ദുവായിട്ട് സാധാരണ വളരാൻ പറ്റുകയുള്ളൂ. ഒരു ഇസ്ലാം കുടുംബത്തിൽ ജനിച്ച ഒരു ഇസ്ലാമായിട്ട് സാധാരണ വളരുന്നത്. ഒരു യഹൂദനും നമ്മളും വലിയ വ്യത്യാസമൊന്നുമില്ല. ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ജനിച്ച കാലം ക്രിസ്ത്യാനി ആയിപ്പോയതാ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, ഏത് കാര്യത്തിലാണ്? യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഗൗരവപൂർവ്വം ആര് സ്വീകരിക്കുന്നു, അവൻ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും യഹൂദനായാലും കുഴപ്പമില്ല, അവർക്കെല്ലാം രക്ഷ കിട്ടും. മാമോദീസായിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് വേണ്ടി പ്രോക്സി ആയിട്ട് ചെയ്തിട്ടുള്ളൂ. മാതാപിതാക്കന്മാർ നമുക്ക് വേണ്ടി പ്രോക്സി ആയിട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ ബോധപൂർവം ചെയ്യണം. ഈശോ രക്ഷിതാവായി നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. സ്വീകരിക്കാത്തിടത്തോളം കാലം അവൻ രക്ഷിതാവാകുകയില്ല. സ്വീകരിക്കാത്തിടത്തോളം കാലം ഓട്ടോമാറ്റിക്കായിട്ട് ഈശോ നമ്മുടെ രക്ഷിതാവാകുകയില്ല. അതിനൊരു വചനമുണ്ട് വെളിപാട് പുസ്തകത്തിൽ, അല്ലേ? ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വാതിക്കൽ ഞാൻ മുട്ടുന്നു, തുറന്നു തരുമെങ്കിൽ ഞാൻ അകത്ത് കയറാം. ഈശോ രക്ഷിത. അതുകൊണ്ട് മാമൂസ വാങ്ങുമ്പോൾ നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. പാപത്തെയും പിശാചിനെയും ഉപേക്ഷിക്കുന്നു, യേശുവിൻ രക്ഷിതാവായി സ്വീകരിക്കുന്നു, സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ റിന്യൂ ചെയ്യണേ കൂടെ കൊള്ളാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ആവശ്യം എന്താ ഈ ലോകത്തിന്? ഹിന്ദു മതം എത്ര നല്ല മതമായിരുന്നു, എത്ര നല്ല മതമായി. ഇന്ന് നമുക്കറിയാം, നമ്മുടെ വീടുകൾ നമ്മുടെ കുട്ടികളെ കാറ്റക്കിസം പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും വലിയ ഗുണമൊന്നും നമ്മൾ കാണുന്നുമില്ല. ഹിന്ദുക്കൾക്ക് കാറ്റക്കിസം ഇല്ലല്ലോ.
പക്ഷെ അവരുടെ മാതാപിതാക്കളെ കാല് തൊട്ട് വന്ദിക്കും. നമ്മളിവിടെ മുറങ്കാല് തൊഴിക്കും മാതാപിതാക്കളെ. ഹിന്ദു കുടുംബങ്ങൾ അവരുടെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ കാൽ തൊട്ട് വന്ദിക്കുന്നു, സത്യം പറയുന്നു, നന്മ പ്രവർത്തിക്കുന്നു. നമ്മൾ ഇന്ത്യയിൽ എന്ന് ഇങ്ങോട്ട് പ്ലെയിനേ വരുമ്പോൾ കൂടുതൽ പേരും എടുത്തു വെക്കാൻ പറ്റിയ പ്രായത്തിലായ തീരെ വയസ്സായ അപ്പന്മാരും അമ്മമാരും മക്കളും കാരണവന്മാരും ബന്ധം കണ്ടോ? അപ്പം അവർക്ക് കാറ്റീസം ഒന്നുമില്ലല്ലോ, അവർ മാംസം മുങ്ങിയിട്ടില്ലല്ലോ. എന്ത് വ്യത്യാസം നിന്റെ കുടുംബവും അയൽവക്കത്തുള്ള ഹിന്ദു കുടുംബം, എന്ത് വ്യത്യാസം? ഞാൻ നോക്കിയിട്ട് വ്യത്യാസമൊന്നും കാണുന്നില്ല എന്തായാലും. അപ്പം പിന്നെ ഈ ഹിന്ദു മതത്തെ വിശ്വസിച്ച് ജീവിച്ചാൽ പറഞ്ഞു. എന്തിനാണ് ഈ അപ്പോസ്തലൻ തോമാശ്ലീഹ മരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്? യേശു പറഞ്ഞേക്കേണ്ട കാര്യമുണ്ടായിരുന്നു. യേശുവിനെ അത്യാവശ്യമില്ലായിരുന്നെങ്കിൽ എന്തിനാ അപ്പോസ്തലന്മാർ അവരുടെ ജീവൻ ബലി കഴിച്ചുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ സുവിശേഷം പറയാൻ പോയി? ഇന്നും ലോകത്ത് നാനാഭാഗങ്ങൾ എത്രയോ മിഷണറിമാർ ജയിലിൽ കിടക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി, സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി. അപ്പൊ ഈശോ എന്തുകൊണ്ട് ലോകത്തിന് ആവശ്യമാണ് വ്യക്തമായിട്ട് മനസ്സിൽ വേണം. ലോകത്തിന്റെ പാപം നീക്കുന്ന ഒരാളേ ഉള്ളൂ, യേശുക്രിസ്തു. യേശുക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി മാത്രം ജന്മമെടുത്ത സ്നാപയോഹന്നാൻ യേശു കടന്നു വരുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട് അല്ലേ? സ്നാപയോഹന ശിഷ്യന്മാരും എല്ലാം അവനെ വിട്ടുപോയി. ഇത് കേട്ടതോടെ കൊല്ലങ്ങളായി സ്നാപകൻ പരിശീലിപ്പിച്ചു കൊണ്ടുവന്ന അവന്റെ ടീം മെമ്പേഴ്സ് എല്ലാം അവനെ വിട്ടുപോകുക എന്ന് പറയുന്നത് എന്തൊരു കനത്ത നഷ്ടമാണ്. പക്ഷേ യോഹന്നാൻ ആവർത്തിച്ച് 2 പ്രാവശ്യം പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ ആദ്യം പറഞ്ഞപ്പോൾ കുറച്ച് പേരെ പോയി, പിന്നെ ബാക്കിയുള്ളവർ നിൽക്കുന്നുണ്ട്. അവരും പോകണം തൻ്റെ അടുത്ത് നിന്ന്, അവർ യേശുവിൻ്റെ അടുത്ത് പോകണം, യേശുവിനെ അവർ അനുഗമിക്കണം. അതിനുവേണ്ടി അവൻ 2 തവണ പറയാണ്, ദാ വരുന്നത് ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എന്താ അങ്ങനെ പറയാൻ കാരണം? യഹൂദന്മാർക്കൊരു ബോധ്യമുണ്ട്, പാപത്തിന് ശിക്ഷയുണ്ട്. പാപത്തിന് ശിക്ഷ മരണം തന്നെയാണ്. അതിൽ കുറഞ്ഞ എന്ത് പരിഹാരം ചെയ്താൽ പാപം പരിഹരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തിരുന്നു? അവർ പ്രോക്സിയാണ് കൊന്നിരുന്നത്. അവരുടെ മുഴുവൻ പാപത്തിന് അവരാണ് മരിക്കേണ്ടത്. അത് മരിക്കാതിരിക്കാൻ വേണ്ടി ആണ്ടുതോറും ഡേ ഓഫ് അറ്റോൺമെന്റ്, പാപപരിഹാര ദിവസത്തിൽ അവർ കുടുംബം മുഴുവൻ ഒരുമിച്ച് കൂടി ഒരു ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി ആട്ടിൻകുട്ടിയെ കഴുത്തറുത്ത് അതിൻ്റെ രക്തം ചിന്തും. രക്തം ചിന്തിയാലേ പാപമോചനമുള്ളൂ എന്ന് അവർക്കറിയായിരുന്നു. അങ്ങനെ നൂറ്റാണ്ടുകളായി എല്ലാ യഹൂദ കുടുംബങ്ങളിലും ഒരാട്ടിൻകുട്ടിയെ കൊന്ന് പാപപരിഹാര ബലി നടത്തിയിരുന്നതിനെ പറ്റി ഹെബ്രായ ലേഖനത്തിൽ പറയുന്നതെന്നറിയാവോ? ഹെബ്രായ ലേഖനം പറയാണ്, എന്നാൽ അവയിൽ ആണ്ടുതോറും പാപങ്ങളുടെ അനുസ്മരണമാണുള്ളത്. കാരണം കാളകളുടെയും കോലാടുകളുടെയും രക്തത്തിന് പാപങ്ങൾ നീക്കിക്കളയാൻ സാധ്യമല്ല. ഹെബ്രായർ 10:4. നൂറ്റാണ്ടുകളായി ബലി കഴിക്കപ്പെട്ട ആടുകൾക്കും കാളകൾക്കും അവിടെ രക്തത്തിൽ നിന്നും ഒരു ചെറിയ പാപം പോലും നിൽക്കാൻ സാധ്യമല്ല, ശക്തിയില്ല. എന്നിട്ട് തുടർന്ന് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അതിനാൽ യേശു ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അരുളി ചെയ്തു, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല, എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. ദഹന ബലികളിലും പാപപരിഹാര ബലികളിലും അവർ സംപ്രീതനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ ദൈവമേ, അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. എന്നിട്ട് 10-ാം വാക്യത്തിൽ പറയാണ്, അവിടുത്തെ ഹിതത്താൽ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അർപ്പണത്തിലൂടെ എന്നേക്കുമായി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സ്നാപകൻ പറഞ്ഞത്, ലോകത്തിൻ്റെ പാപം മുഴുവൻ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ഓടിക്കൂടുന്ന എന്തിനു വേണ്ടിയാണെന്ന് അറിയാവോ? പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടിയായിരിക്കും. ഈ പാപമാണ് കത്തോലിക്കാ സഭയുടെ മതമംഗത്തിൽ പറയുന്നുണ്ട്, ആദിമാതാപിതാക്കന്മാരുടെ പാപത്തെപ്പറ്റി, അതിൻ്റെ ദോഷഫലങ്ങളുടെ ശക്തിയെപ്പറ്റി തിരുസഭയുടെ മതമംഗം 403 പറയുകയാണ്, മനുഷ്യരെ ഞെരുക്കുന്ന അപാരമായ ദുരിതവും തിന്മയിലേക്കും മരണത്തിലേക്കുമുള്ള അവരുടെ പ്രവണതയും ആദത്തിൻ്റെ പാപവുമായുള്ള അവയുടെ ബന്ധത്തിലൂടെ അല്ലാതെ വിശദീകരിക്കാൻ സാധ്യമല്ല. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ ദുരിതത്തിൻ്റെയും അടിസ്ഥാന കാരണം
ദൈവത്തിൽ നിന്ന് അകൽച്ച തന്നെയാണ്. മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് പിടിച്ച് സ്വർണ്ണക്കസേര വെച്ചിട്ടെന്ത് കാര്യം? അത് ജീവിക്കേണ്ടത് വെള്ളത്തിൽ തന്നെയാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായ സൃഷ്ടിക്കപ്പെട്ടവനായതുകൊണ്ട് ദൈവത്തിൽ വസിച്ചാലേ അവന് സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ. ദൈവത്തിൽ നിന്ന് വേർപെടലാണ് മരണം. കത്തോലിക്കാ തിരുസഭയുടെ മതം 399 400 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവമായ കർത്താവ് പർദീസായിൽ വെച്ച് ഹവയോട് പറഞ്ഞ അകത്തോട് എന്താ പറഞ്ഞത്? ഈ പ്രത്യേക ഫലം തിന്നാൽ നിങ്ങൾ മരിക്കും. അവരാരും അന്ന് ഫിസിക്കൽ ഡെത്തിലേക്ക് പോയിട്ടില്ല. ആദം 900 കൊല്ലം പിന്നെയും ജീവിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ മരണം എന്ന വാക്കിനർത്ഥം ഈ ശരീരം ആത്മാവിൽ നിന്ന് വേർപെടൽ മാത്രമല്ലെന്ന് വ്യക്തമാണ്. അവിടെ 4 അർത്ഥം കൊടുക്കുന്നുണ്ട്. സെപ്പറേഷൻ ഫ്രം ഗോഡ്, separation from other human beings, separation from the creation, separation from eternal life. മരണം എന്നതിന് 4 അർത്ഥം അവിടെ കൊടുക്കുക. ഒന്ന്, ദൈവത്തിൽ നിന്ന് പൂർണ്ണമായ അകൽച്ചയാണ്. ആദ്യ മാതാപിതാക്കന്മാർ സംഭവിച്ചതാ. ആദേ എന്ന് പറഞ്ഞ് ദൈവം വരെ ആശ്ലേഷിക്കാൻ, പാപം ചെയ്തെങ്കിലും മക്കളല്ലേ തള്ളിക്കളയാൻ പറ്റുമോ? ദൈവം വരെ ആശ്ലേഷിക്കാൻ വേണ്ടി ഓടി വരുമ്പോൾ അവരാണ് പുറകോട്ട് ഓടിപ്പോയി പാത്തൊളിച്ചിരുന്നത്. അപ്പം ദൈവത്തിന് തോന്നി അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം താങ്ങാൻ പറ്റുകയില്ല. അതുകൊണ്ട് മാത്രമാണ് അവരെ പുറത്തേക്ക് ഇറക്കി വിട്ടത്. അവർ പാപം ചെയ്തതിന് മുമ്പ്, ദൈവത്തോട് ധിക്കരിക്കുന്നതിന് മുമ്പ് ആദം ഹവ്വായെ പറ്റി പറഞ്ഞതാ, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയാണിവൾ, എൻ്റെ മാംസത്തിൻ്റെ മാംസമാണ്. അത്രമാത്രം അവർ ഒന്നായിരുന്നു. എന്നാൽ പാപം ചെയ്ത തൽക്ഷണം അവൻ പറയുന്നത് എന്താ? നീ കൂട്ടുനിന്ന ഈ സ്ത്രീ ആണ് എന്നെ കുഴിയിലേക്ക് ഇറക്കിയത്. പരസ്പരം അകൽച്ച. മൂന്നാമത്തെ അകൽച്ചയെ പറ്റി വേദപുസ്തകം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദി കൺട്രോൾ ഓഫ് അവർ സ്പിരിച്വൽ ഫാക്കൽറ്റീസ് ഓർ ദ ബോഡി ഈസ് ഷാറ്റേർഡ്. ദ കൺട്രോൾ ഓഫ് അവർ സ്പിരിച്വൽ ഫാക്കൽറ്റീസ് ഓവർ ദ ബോഡി ഈസ് ഷാറ്റേർഡ്. അർത്ഥം എന്താണ്? പൗലോസ് അപ്പോസ്തലൻ പിന്നെ അത് വിവരിക്കുന്നു റോമാലേഖനം 7. ചെയ്യാൻ ആഗ്രഹിക്കാതെ തിന്മ ഞാൻ ചെയ്തു പോകുന്നു, ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ പറ്റുന്നില്ലാത്ത ദുർഭഗാവസ്ഥ. എന്നിട്ട് പൗലോസ് 7-ാം അധ്യായം അവസാനിപ്പിക്കും ഇങ്ങനെയാണ്: ഞാൻ ദുർഭകനായ മനുഷ്യൻ, ഈ അവസ്ഥയിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും? പൗലോസ് തന്നെ ഉത്തരം കൊടുക്കുകയാണ് മുട്ടുകൊത്ത് നിന്നുകൊണ്ട്, കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകല ദുരിതങ്ങൾക്കും, അത് രോഗമാകട്ടെ, കുടുംബ പ്രതിസന്ധികളാകട്ടെ, എല്ലാത്തിനും തിരുസഭ കൊടുത്ത ഉത്തരം ഞാൻ ഒന്നുകൂടെ വായിക്കാതെ, മനുഷ്യരെ ഞെരുക്കുന്ന അപാരമായ ദുരിതവും തിന്മയിലേക്കും മരണത്തിലേക്കുമുള്ള അവരുടെ പ്രവണതയും ആദത്തിൻ്റെ പാപവുമായുള്ള അവയുടെ ബന്ധത്തിലൂടെ അല്ലാതെ വിശദീകരിക്കാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് പാപം ഈശോ നശിപ്പിച്ചപ്പോൾ എല്ലാ മേഖലകളിലും എല്ലാ മനുഷ്യരും സ്വതന്ത്രരാക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ചില രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ വിദഗ്ധനായ ഡോക്ടർ എന്താ ചെയ്യുന്നത്? രോഗലക്ഷണങ്ങൾക്കല്ല മരുന്ന് തരുന്നത്. ആ രോഗലക്ഷണങ്ങൾക്കുള്ള അടിസ്ഥാന കാര്യം കണ്ടുപിടിക്കും, ആ രോഗം കണ്ടുപിടിക്കും. ആ രോഗത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ ലക്ഷണങ്ങൾ മാറിക്കോളും. നമ്മുടെ ജീവിത ദുഃഖങ്ങളും സങ്കടങ്ങളും നിരാശയും പരാജയവും രോഗങ്ങളും ദുരിതങ്ങളും എല്ലാത്തിനും അടിസ്ഥാന കാരണം പാപം തന്നെയാണെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അർത്ഥം, എനിക്കിപ്പോൾ പനി പിടിച്ചാൽ ഞാൻ ഇന്നലെ പാപം ചെയ്തുകൊണ്ടാണെന്നല്ല അർത്ഥം. അല്ലെങ്കിൽ എനിക്ക് കോവിഡ് വന്നതിൻ്റെ കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച വ്യഭിചാരം ചെയ്തുകൊണ്ടാണെന്നല്ല അർത്ഥം. ഓരോ പാപത്തിനും ഓരോ രോഗത്തിനും ഓരോ തകർച്ചയ്ക്കും നേരിട്ട് കാരണം പാപമാണെന്നല്ല സഭ പഠിപ്പിക്കും. മറിച്ച് ലോകത്തിൽ ദുരിതം ഉത്ഭവിക്കുന്ന പാപത്തിൽ നിന്നാണ്. അതിനു മുമ്പ് ദൈവം സൃഷ്ടിച്ച ലോകത്തിൻ്റെ പേര് പാരഡൈസ് എന്നായിരുന്നു. സൗഭാഗ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം മനുഷ്യൻ ദൈവവുമായ അനുരഞ്ജനത്തിലായിരുന്നു. ദൈവവുമായിട്ടുള്ള അനുരഞ്ജനം തകർന്നപ്പോഴാണ് മനുഷ്യൻ തമ്മിലുള്ള അനുരഞ്ജനം തകരുന്നത്. പ്രകൃതി അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടെങ്കിലും പ്രകൃതി അവനെതിരായി മാറി. കർത്താവ് പറയും, നീ പാപം ചെയ്തുകൊണ്ട് ഈ ഭൂമി നിനക്ക് വേണ്ടി മുള്ളും മുൾച്ചെടികളും തന്നെ മുളപ്പിക്കും. അതല്ലേ പ്രകൃതി ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടത് എന്തിനാണ്? പാപത്തെയാണ്. വേദപുസ്തകം പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകത്തിലെ മുഴുവൻ പേരും പാപികളാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ വീട്ടിൽ ഒരു പ്ലാവിനെ പറ്റി എടുക്കും. ഒരു പ്ലാവ്, ആ പ്ലാവ് 50 കൊല്ലം കഴിഞ്ഞിട്ടും ചക്ക ഉണ്ടായിട്ടില്ല. ആ മരത്തിൻ്റെ പേരെന്തായിരിക്കും? എന്തായാലും വിടാതെ
പ്ലാവ് വെച്ചിട്ട് 50 കൊല്ലമായി, പക്ഷേ ഒറ്റ ചക്ക ഉണ്ടായിട്ടില്ല. ആ മരത്തിൻ്റെ പേര് മാവാണോ പ്ലാവാണോ തെങ്ങാണോ? എന്തോ മാവാ? അതെന്താ അങ്ങനെ ചക്ക ഉണ്ടായിട്ടില്ല? നമ്മൾ പലപ്പോഴും അറിയാമോ, ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ല, ഞാൻ പാപിയല്ല. കണ്ടോ, പാപങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ പാപിയാ. ചക്ക കായ്ച്ചാലും കായ്ച്ചില്ലെങ്കിലും ആ മര പ്ലാവും തന്നെയാണ്. മാങ്ങ ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും അത് മാവ് തന്നെയാണ്. ഞാൻ പാവപ്രവർത്തികൾ ചിലപ്പോൾ ഞാൻ പാവപ്രവർത്തികൾ ചെയ്തേക്കാം, ചിലപ്പോൾ ഞാൻ ഒരു പാവപ്രവർത്തികൾ ചെയ്യുന്നുണ്ടാകുകയില്ല, പക്ഷേ ഞാൻ എപ്പോഴും പാവിയാണ്. എങ്ങനെ മനസ്സിലാകുന്നത്? യേശുവിൻ്റെ വാക്ക് അങ്ങനെയാണല്ലോ. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 20-21 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? യേശു തുടർന്നു, മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവയെല്ലാം പുറപ്പെടുന്നു. അപ്പോൾ എല്ലാ മനുഷ്യ ഹൃദയവും ദുഷ്ടതയാൽ നിറഞ്ഞിരിക്കുന്നുവെന്നാണ് വേദപുസ്തകം ജെറമിയ 17:9 പറയുന്നത്. ഹാർട്ട് ഈസ് ദ മോസ്റ്റ് ഡിസീറ്റ്ഫുൾ തിങ് ദർ ഈസ് ആൻഡ് ഡെസ്പറേറ്റ്ലി വിക്കഡ്. ഇത് ആദിമാതാപിതാക്കന്മാരുടെ പാപത്തിൻ്റെ ദോഷഫലമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഹൃദയപരിച്ഛേദന നടക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന എന്തൊക്കെയാണെന്നറിയാം? 3 കാര്യങ്ങളാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന നിക്ഷേപം, എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിൽ നിക്ഷേപം എന്നാന്ന് പറയുന്നത്. നമുക്ക് നെഗറ്റീവായി തോന്നും, കാരണം നമ്മൾ ഈ ലോകത്തിൻ്റെ ആശയങ്ങൾ സ്വാധീനിക്കപ്പെട്ടത് പോയതുകൊണ്ട് ദൈവവചനത്തിൻ്റെ ശരിയായ അർത്ഥം ഉൾക്കൊള്ളാൻ നമ്മൾ പ്രാപ്തരല്ല. പലപ്പോഴും വേദപുസ്തകം വ്യാഖ്യാനിക്ക് ചില പറയും, ഈ എല്ലാം ഇങ്ങനെ പറഞ്ഞ് ഇതെങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഒരു ഡോക്ടർ എടുത്ത് രോഗി എന്നൊന്ന് വിചാരിക്കുക, ഒരു അസുഖമില്ലെന്ന് പറയാം എന്നത്, പക്ഷേ രോഗം സ്കാൻ ചെയ്തും മറ്റേ എൻ്റെ പേരെന്നാ സിസ്റ്റർ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ പുതിയ ടെസ്റ്റില്ലേ, എല്ലാം ചെയ്തിട്ട് പറഞ്ഞു ഒരു 15 തരം രോഗമുണ്ടല്ലോ. ഈ ഡോക്ടർ എനിക്ക് ചതിക്കുകയാണല്ലോ, എനിക്കൊരു കുഴപ്പമില്ലല്ലോ. വൈദ്യശാസ്ത്രം സംബന്ധിച്ച ഒരറിവുമില്ലാത്ത നിനക്ക്, വൈദ്യശാസ്ത്രം സംബന്ധിച്ച ഒരറിവുമില്ലാത്ത നിനക്ക് രോഗമുണ്ടെന്ന് തോന്നിയല്ല. വൈദ്യശാസ്ത്രത്തിൽ വിദഗ്ധനായ ഡോക്ടറിന് നിന്നിലുള്ള രോഗങ്ങളെല്ലാം കണ്ടെത്താൻ സാധിക്കും. യോഹന്നാൻ 16:8 പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെ കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും. ലോകാരൂപികൾ നയിക്കപ്പെടുന്നവന് പാപം തിരിച്ചറിയാൻ പറ്റുകയില്ല. അപ്പം 3 പ്രധാന പാപം നമുക്ക് അതേ പറയാൻ ഇപ്പോൾ സമയമുള്ളൂ. 3 പ്രധാന പാപത്തെ പറ്റി പറയാനുണ്ട്. 3 പ്രധാന വായിക്കാം. ഒരാൾ യോഹന്നാൻ്റെ ഒരു വാച്ച് വയ്ക്കാൻ വേണ്ടി വെച്ചിട്ടില്ല, ഒരു വാച്ച് വയ്ക്കാൻ ഞാൻ പറയാനില്ല, വേണം അല്ലെങ്കിൽ സമയം. 1 യോഹന്നാൻ 2:15-16 വായിക്കാം. കിട്ടിയില്ലേ? ശരി. 1 യോഹന്നാൻ, അത് നമ്മൾ വായിക്കാൻ പോകുന്നത് എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിലുള്ള ചില പാപങ്ങളെ പറ്റിയാണ് കേട്ടോ. അത് ചെയ്യണമെന്നില്ല, പക്ഷെ ഉള്ളിലുണ്ട്. ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തമാണ് ബോംബ് വെച്ച് തകർക്കണം. വചനം പറയുന്നതാണ്, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങൾ ശുദ്ധീകരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. അപ്പം നമ്മളിത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ പ്രശ്നം എന്നാന്നുള്ളത്. 1 യോഹന്നാൻ 2:15-16 ലോകത്തെയോ, 15-ാം വാക്യം, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ഇനി പറയാൻ പോയി ശ്രദ്ധിച്ചോളാം. ഒത്തിരി പേർക്ക് തെറ്റിദ്ധാരണയുള്ള വാക്യം ഇനി പറയാൻ പോകുന്നു. ഒരുപാട് പേര് തെറ്റിദ്ധരിച്ച ഒരു വചനമാണ് ഇനി വായിക്കാൻ മതി. 1 യോഹന്നാൻ 2:16 എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല. മതി, ഒന്നും എല്ലാവരും പറയാം, ഞാൻ പറഞ്ഞു തരാം. എന്തെന്നാൽ എല്ലാവരും പറഞ്ഞേ പ്ലീസ്. ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത,
എന്നിവയൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്നുള്ളതല്ലാത്തതെല്ലാം പാപം. അപ്പൊ 3 സുപ്രധാന പാപങ്ങൾ, അല്ലെങ്കിൽ 3 മെയിൻ ഹൈവേസ് ഓഫ് സിൻ എന്ന് അറിയപ്പെടുന്നത് ഇതാണ്: ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അകന്ത. ഓരോന്ന് എന്താന്ന് നമുക്ക് നോക്കാം. ജഡത്തിൻ്റെ ദുരാശയെപ്പറ്റി കാത്തലിക് ലിവിങ് ബൈബിൾ ഇങ്ങനെയാണ് ട്രാൻസ്ലേഷൻ: ദ ക്രൈസ് ഫോർ സെക്സ്. ലൈംഗികത ദൈവത്തിൻ്റെ മഹാദാനമാണ്. കത്തോലിക്ക സഭയുടെ മതോന്നതത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: വിവാഹിതരുടെ ദാമ്പത്യത്തെപ്പറ്റി മഹനീയമായിട്ടാണ് പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. 2362 ഭാര്യ ഭർത്താക്കന്മാരുടെ ഗാഢവും നിർമ്മലവുമായ സംയോഗം യാഥാർത്ഥ്യമാക്കുന്ന വൈവാഹിക പ്രവർത്തികൾ മഹനീയവും ആദരണീയവും ആകുന്നു. അപ്പോൾ വിവാഹത്തിൽ സ്നേഹത്തിൻ്റെ പ്രകാശനമാണ് ലൈംഗികത. ക്രിസ്തീയ വിവാഹം എന്താണ്? മണവാളനായ യേശു മണവാട്ടിയായ സഭയെ സ്നേഹിച്ച ആ പ്രവൃത്തിയാണ് ക്രൈസ്തവ വിവാഹം. മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി മണവാളൻ തൻ്റെ ജീവൻ കൊടുത്ത സ്നേഹം. അവിടെ ഇങ്ങോട്ട് ഒന്നും പ്രതീക്ഷിച്ചില്ലല്ലോ. യേശുക്രിസ്തു എന്തെങ്കിലും പ്രതീക്ഷിച്ചു നമ്മളിൽ നിന്ന്. അതുകൊണ്ടാണ് മദർ തെരേസ പറഞ്ഞത് സ്നേഹം എന്ന വാക്കിനർത്ഥം കൊടുക്കുക എന്നാണ്. ഗീവ് ആൻഡ് ഗീവ് ആൻഡ് ഗീവ് ആൻഡ് ഗീവ് അണ്ടിൽ യു ഗേവ് എവരിത്തിങ്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല. എന്തിനാണ് നിങ്ങൾ കല്യാണം കഴിച്ചത് ഞാൻ ചോദിക്കാറുണ്ട് ധ്യാനത്തിൽ. നിങ്ങൾ എന്തിനാണ് കല്യാണം കഴിച്ചത്? ആരും ഉത്തരം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ചില പറയും മക്കൾക്ക് ജന്മം കൊടുക്കാനാണ്, ചില പറയും ഒരു കൂട്ടായ്മ, ചില പറയും നന്മമാർക്ക് പൈസമയം എല്ലാം വേണ്ടിയാണ് പറയും. കല്യാണം കഴിച്ച് എന്താന്ന് ചോദിച്ചാൽ സ്നേഹിക്കാൻ വേണ്ടി മാത്രം. എങ്ങനെ സ്നേഹിക്കാൻ? ക്രിസ്തു അല്ല. പിന്നെ വിവാഹം ഒന്ന് കൂതാശ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഹിന്ദുക്കളെ പോലെ 2 മാലയിട്ടാ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. വിവാഹം എന്ന കൂതാശ സ്വീകരിച്ച് എന്തിനു വേണ്ടിയാ? ക്രിസ്തു സ്നേഹിച്ച പോലെ സ്നേഹിക്കാനുള്ള പ്രാപ്തി ലഭിക്കാനാ. ഇവിടെ നിൽക്കുന്ന വൈദികരും ഞങ്ങളൊക്കെ ഈ സിസ്റ്റർമാരും ഒക്കെ എങ്ങനെയാണ് ആജീവനാന്തം ബ്രഹ്മചര്യം പാലിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക അഭിഷേകം കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ്. സാധാരണ ഒരു മനുഷ്യൻ സാധ്യമല്ലത്. വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സ്വർഗത്തിൽ നിന്നൊരു അഭിഷേകം കിട്ടുന്നുണ്ട്. എന്താ അഭിഷേകം എന്നറിയാവത്? ക്രിസ്തു സ്നേഹിച്ച പോലെ സ്നേഹിക്കാനുള്ള അഭിഷേകം. അതുകൊണ്ട് ക്രൈസ്തവ വിവാഹ ജീവിതം നയിക്കുന്നവർക്ക് ലൈംഗികത, സെക്സ് എന്ന് പറയുന്നത് സുഖത്തിന് വേണ്ടിയുള്ള മാർഗമല്ല, മറിച്ച് സ്നേഹം നൽകാൻ വേണ്ടിയുള്ള മാർഗമാണ്. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ വിവാഹത്തെ ഉപമിച്ചിരിക്കുന്നത് അൾത്താരയിലെ ബലിയോട്. സഭാപിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ 2 ബലിപീഠങ്ങളുണ്ട്. ഒന്ന് ദേവാലയത്തിൽ യേശുവിൻ്റെ ജീവനർപ്പിക്കുന്ന ബലിപീഠം, 2 ക്രൈസ്തവ ദമ്പതിമാർ തങ്ങളുടെ ജീവൻ ബലികഴിക്കുന്ന ബലിപീഠം. അതാണ് അവരുടെ ബെഡ്. യേശുക്രിസ്തുവിന്റെ ജീവൻ ഈ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുമ്പോൾ ലോകത്തുള്ളവർക്കെല്ലാം ജീവൻ കിട്ടുന്നു, രക്ഷ കിട്ടുന്നു. ഭാര്യയും ഭർത്താവും സ്വാർത്ഥതയില്ലാതെ പങ്കാളിക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും തങ്ങളുടെ ജീവൻ ബലികഴിക്കുന്നതാണ് ലൈംഗിക പ്രവൃത്തി, വൈവാഹിക പ്രവൃത്തി. അതിൻ്റെ ഫലമെന്താ? പങ്കാളിയുടെ നന്മ വർദ്ധിക്കുന്നു, മക്കൾക്ക് ജന്മം കിട്ടുന്നു. മക്കളെ അതുകൊണ്ട് ഇട്ടില്ല. വിവാഹത്തിൻ്റെ ഉദ്ദേശം സഭ പഠിപ്പിക്കുന്നത് 2ആണ്. അത് സൈമൾട്ടേനിയസ് ആയിട്ട് വേണം. ടു ലവ്, ടു ഗീവ് ലൈഫ് ആൻഡ് ടു ഗീവ് ലവ്. ടു ഗീവ് ലൈഫ് ആൻഡ് ടു ഗീവ് ലവ്. ഈ ലൈഫ് കൊടുക്കാത്ത ദാമ്പത്യം സ്വാർത്ഥതയാണ്. അവിടെ വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് പൂർണ്ണത വരുന്നില്ല. അതുകൊണ്ടാണ് ചില കുടുംബങ്ങൾ നമുക്ക് കണ്ടിട്ടില്ല, എന്തോ 7, 8, 9, 10, 11 മക്കൾ. ഞാൻ അർക്കൻസാ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 12ാമത്തെ കുട്ടിയുടെ ബാമൂസ് നടത്താൻ ഒരു സായിപ്പ് വന്നതിനോട് ആവശ്യപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു മാമൂസ് നമുക്ക് 12ാമത്തെ കുട്ടിയുടെ മാമൂദിസ. അപ്പം അവർ ഭയങ്കര കാത്തലിക് ഓറിയൻറ്റഡ് ആയ കാരണം കുട്ടികളെ ഗവൺമെൻറ് സ്കൂളിൽ വിടുക. ഗവൺമെൻറ് സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പബ്ലിക് സ്കൂളിൽ വിട്ട് എല്ലാ പൊട്ടത്തിനും പഠിപ്പിക്കുന്ന അറിയാവുന്നതുകൊണ്ട് ഈ 12 കുഞ്ഞുങ്ങളുടെ അമ്മ എല്ലും തോലുവാണ്. 10 മക്കളും സ്കൂളിൽ പഠിക്കുന്ന പ്രായമുള്ളതാണ്. ഈ 10 മക്കളുടെയും സിലബസ് ഇത് ഞാനീ പറയുന്നത് ഒരു 18-20 കൊല്ലങ്ങൾക്ക് ഇത്രയും ഈ നെറ്റും പരിപാടിയൊന്നും ആയിട്ടില്ല എനിക്ക് തോന്നുന്നു.
ഈ 10 മക്കളുടെയും സിലബസ് ഈ അമ്മ തന്നെ പഠിച്ചിട്ട് ഈ 10 മക്കളെ അമ്മ വീട്ടിൽ ഇരുന്ന് പഠിപ്പിക്കുക, ഹോം സ്കൂളിൽ. എന്നാലും ശനിയാഴ്ച ഷവർലയുടെ ഒരു പഴയ ടെമ്പോ ഉണ്ടായിരുന്നു അവർക്ക്. ഈ 10 മക്കളെയും ഒരുമിച്ച് കൊണ്ട് 2 ട്രിപ്പ് അടിക്കും പള്ളിയിലേക്ക്, എന്തിനാ കുമ്പസാരിപ്പിക്കുക. എല്ലാ ശനിയാഴ്ച മക്കൾ കുമ്പസാരിച്ചിരിക്കും നിർബന്ധം അമ്മയ്ക്ക്. സായിപ്പൻ്റെ ചെവി പറഞ്ഞു മാമൂസ് കഴിഞ്ഞപ്പം, അച്ചോ ഇത് 12ാമത്തെയാ, ഇനിയും തന്നാ മേടിക്കും കേട്ടോ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ വീട്ടിൽ എന്നെ ഡിന്നറിന് വിളിച്ചു. സായിപ്പന്മാർക്ക് വൈകുന്നേരം ഡിന്നർ ഭയങ്കര കുശാലാന്ന്. ഞാനും വേറെക്കൊക്കെയാണ് പോയത്, പക്ഷേ ഒന്നും കിട്ടിയില്ല. ഡിന്നറിന് തന്നെ പറയാമോ, ഒരു കഷ്ണം ബ്രെഡും 1 കപ്പ് കട്ടൻ ചായയും. അവിടെ അതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താ, അവർ ജീവൻ ബലിയർപ്പിച്ചിരിക്കുക. അവർക്ക് സുഖം വേണ്ട, അവർ ജീവൻ കൊടുത്ത് സന്തോഷിക്കുകയാണ്. നമ്മുടെ കർത്താവ് ജീവൻ കൊടുത്തുകൊണ്ട് ആനന്ദിച്ചു. നമ്മുടെ കർത്താവ് ജീവിതകാലത്ത് മുഴുവൻ പറഞ്ഞിരുന്ന വാക്കെന്താ, എനിക്കൊരു ബലിയർപ്പിക്കാനുണ്ടേ, അതാകുന്നവർ ഞാൻ അസ്വസ്ഥനാണ്. എന്തായിരുന്നു ബലിയർപ്പിക്കുക? ഒരു മാമൂസാന്ന് അവർക്ക് കർത്താവ് പറഞ്ഞിരുന്നു. കർത്താവിന് ജീവൻ ബലി കൊടുക്കാൻ വേണ്ടി കർത്താവ് രാവുമ്പോൾ ഓടി നടക്കുക. ഞാൻ കണ്ടത് ആ കപ്പിളിൽ കണ്ടത്, അവരുടെ ജീവൻ മക്കൾക്ക് വേണ്ടി ബലി കൊടുത്തു. മക്കളെ ജനിപ്പിച്ച് അവരെ വളർത്തു. ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്നത് തന്നെ എത്ര കാലത്തെ കഷ്ടപ്പാടാണ്. അത് ഒരു 9 മാസം അമ്മ എന്തോരം സഹിക്കണം. അമ്മ ഫിസിക്കലായി സഹിക്കുമ്പോൾ അപ്പൻ മാനസികമായി സഹിക്കുന്നു. അമ്മ പ്രസവവേദന മുറിക്കകത്ത് കിടന്ന് വിഷമിക്കുമ്പോൾ അപ്പൻ അതിൻ്റെ ഇരട്ടി വേദന ചങ്കിനകത്ത് അനുഭവിക്കുന്നു. പിന്നെ ആ കൊച്ചു ജനിച്ച് വീണ അന്ന് മുതൽ ആ അപ്പനും അമ്മയ്ക്കും ബലിയർപ്പണമല്ലേ വാസ്തവത്തിലുള്ളത്? അത് സ്നേഹത്തിൻ്റെ കൂദാശയാണ്. അപ്പോൾ ഈ ജഡത്തിന് ദുരാശ എന്ന് പറയുന്നത് എന്താ അറിയോ? അതായത് സെക്സ് ഈസ് കൺസിഡേർഡ് ആസ് എ ടാർഗറ്റ്. ലൈംഗികതയിൽ സന്തോഷമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ആ സന്തോഷം, ആ സുഖം ലൈംഗിക പ്രവൃത്തി ലക്ഷ്യമാക്കുമ്പോൾ തെറ്റുപറ്റിപ്പോകും. അത് എൻ്റെ അഭിപ്രായമല്ല. 2352 കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. 2352 പഠിപ്പിക്കുകയാണ്, ലൈംഗിക സുഖത്തിന് വേണ്ടിയുള്ള അമിതമായ ആഗ്രഹമോ അല്ലെങ്കിൽ അതിൻ്റെ അനിയന്ത്രിതമായ ആസ്വാദനമോ ആണ് വിഷയാസക്തി. ലൈംഗിക സുഖത്തെ അതിൻ്റെ ലക്ഷ്യങ്ങളായ പ്രജനനത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും വേർതിരിച്ച് സന്തോഷത്തിന് വേണ്ടി മാത്രം തേടുമ്പോൾ അത് ധാർമ്മികമായി ക്രമം തെറ്റിയതാകുന്നു. 235 ഞാൻ ഇംഗ്ലീഷ് ടെക്സ്റ്റോട് വായിക്കും, ഇവിടെ മനോഹരാണിത്. 2352 ഇപ്രകാരമാണ്, ശ്രദ്ധിക്കാം. ലസ്റ്റ്, ഈ നേരത്തെ പറഞ്ഞ ജഡത്തിൻ്റെ ദുരാശയാണ്. ലസ്റ്റ് ഈസ് disordered desire for or inordinate enjoyment of sexual pleasure. Sexual pleasure is morally disordered when sought for itself, isolated from its procreative and unitive purposes. ഞാനൊരു 6 മാസം, ഒരു 5-8 കൊല്ലങ്ങൾക്ക് മുമ്പ് കൊളംബസ് ഒഹായോയിലെ ഒരു മിഷൻ പള്ളിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് പോകുമായിരുന്നു എല്ലാ വീക്കെൻഡിലും. അവിടെ അച്ഛനില്ല വന്നപ്പോഴേ അപ്പോൾ ഒരു ധ്യാനം നടത്താനിടയായി. അന്ന് ഇക്കാര്യങ്ങളെല്ലാം പങ്കുവച്ചു. 2-3 കൊല്ലം കഴിഞ്ഞാൽ പള്ളി, ഞാനിവിടെ അമേരിക്ക ധ്യാനത്തിൽ വന്നിടയ്ക്ക് അവിടെ ഇങ്ങനെ പെരുന്നാളാണെന്ന് അവരെന്നെ വിളിച്ച് ഞാൻ ചുമ്മാ പോയപ്പോൾ പള്ളിക്കത് നിറയെ പിള്ളേർ, ചെറിയ പിള്ളേർ. അതുവരില്ലാത്തൊരു കാഴ്ച. ഞാൻ ചോദിച്ചു ഇതെന്താന്ന് ചോദിച്ചാൽ പറഞ്ഞേ, ഓർക്കുണ്ടോ വിത്ത് വിതച്ച് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് വിത്ത് മുളച്ചിട്ടുണ്ട്. അത് ഈ പ്രബോധനം എല്ലാവരും ഗൗരവമായിട്ട് നടത്തും. കണ്ടോ, ഇതാണ് പ്രബോധനം. Lust is disordered desire for or inordinate enjoyment of sexual pleasure. Sexual pleasure is morally disordered when sought for itself, isolated from its procreative and unitive purposes. അപ്പോൾ ജഡത്ത് ദുരാശ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സ്വാർത്ഥ സുഖത്തിന് വേണ്ടി ലൈംഗികതയെ ഒരു വസ്തുവായി. അതാണ് ജോൺ പോൾ ഉണ്ടാകുന്ന മാർപ്പാപ്പ, ഇവിടെയുള്ള ജോസഫച്ചൻ പഠിക്കുന്നത്. ജോൺ പോൾ ഉണ്ടാകുന്ന മാർപ്പാപ്പ സാധാരണഗതിയിൽ മാർപ്പാപ്പമാരുടെ വെനസ്ഡേ കാറ്റഗിസം സന്ദർഭോചിതമായ വിഷയങ്ങളെപ്പറ്റി ആയിരിക്കും. പക്ഷേ ജോൺ പോൾ ഉണ്ടാകുന്ന മാർപ്പാപ്പ 1979 അദ്ദേഹം 5 വർഷക്കാലം തുടർച്ചയായി പഠിപ്പിച്ചിരുന്നത് തിയോളജി ഓഫ് ദ ബോഡി, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ വിവാഹത്തിനുണ്ട് ദൈവശാസ്ത്രം, ഉണ്ട് വിവാഹത്തിൻ്റെ ദൈവശാസ്ത്രം.
ആ വിവാഹത്തിന് ദൈവശാസ്ത്രത്തെ പറ്റിയുള്ള മാർപ്പാപ്പയുടെ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിച്ചെടുക്കുക. ഞാൻ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 3 പ്രാവശ്യം ആ കോഴ്സ് റിപ്പീറ്റ് ചെയ്തിട്ടു. അതിനകത്തെ പോയിന്റ്, ദ മെയിൻ പോയിന്റ്, ലവ് യുവർ സ്പൗസ് ആസ് എ ബീയിങ്. ഡു നോട്ട് യൂസ് യുവർ സ്പൗസ് ആസ് എ തിങ്. Do not use your spouse as a thing, but love as a person. ആ വ്യക്തി എന്ന് പറഞ്ഞ ആത്മാവ് നമുക്കറിയാം. ഇപ്പം ഞാൻ മരിക്കുമ്പോൾ എങ്ങനെയാണ് പറയാൻ പോണത്? ഉപ്പാണീച്ചൻ മരിച്ചു, പിന്നെ പറയുന്നതാണ് ശവം എടുപ്പ് വൈകുന്നേരം 3 മണിക്ക്. പേര് മാറി. ആത്മാവ് വേർപെട്ട പിന്നെ പേര് ശവം തന്നെയാണ്. അപ്പോൾ വിവാഹത്തിലെ സ്നേഹം വാസ്തവത്തിൽ ജഡത്തോടല്ല, ആത്മാവിനോടാണ്. ഭർത്താവ് ഭാര്യയുടെ ആത്മാവിൽ ദൈവത്തെ കാണുകയാണ്. ഭാര്യ ഭർത്താവിൻ്റെ ആത്മാവിൽ ദൈവത്തെ കാണുകയാണ്. അവിടെ സ്നേഹമല്ലാതെ സ്വാർത്ഥത യാതൊരു സാധ്യതയുമില്ല. പ്രിയപ്പെട്ട, വിവാഹം എന്ന കൂതാശ വെറുതെ ഒരു തമാശല്ല. വിവാഹം എന്ന കൂതാശ വഴി കോൺസെൻട്രേഷൻ നടക്കുക. നമുക്കറിയാം ഈ ബലിപീഠം, ആ ബലിപീഠം തീർച്ചയായിട്ടും പള്ളി കോൺസെൻട്രേഷൻ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ബിഷപ്പ് എന്ത് ചെയ്തു? ആണ്ടിലൊരിക്കൽ മാത്രം വെഞ്ചിരിക്കുന്ന വിശുദ്ധ തൈലം കൊണ്ട് ഈ മേശ മുഴുവനും തേച്ചു, മേശ മുഴുവനും അനോയിന്റ് ചെയ്തു. ഇനി ഈ മേശ ഒരു കാലത്തും വേറൊന്നിനോട് ഉപയോഗിക്കാൻ പാടില്ല. 150-500 കൊല്ലം കഴിഞ്ഞ് പള്ളി ഇടിച്ച് പൊളിച്ച് കളയേണ്ടി വന്നാൽ പോലും ഈ ബലിപീഠം വേറെ യാതൊന്നിനും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ it is consecrated or set apart for the use of divine things. പട്ടത്തെ വിളിക്കുന്നത് കോൺസെക്രേഷൻ എന്നാ. നിങ്ങളുടെ വിവാഹവും ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് കോൺസെക്രേഷൻ. യു ആർ സെറ്റ് അപ്പാർട്ട്. അതാണ് ക്രൈസ്തവ വിവാഹവും മറ്റു വിവാഹവും വ്യത്യാസം. അതാണ്. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ നിർമ്മലമായ സ്നേഹത്താൽ, പക്ഷെ ആ സ്നേഹത്തിൽ സെക്സ് ഉണ്ട്, കാരണം അത് സ്നേഹത്തിൻ്റെ പ്രകാശനമാണ്, നിർമ്മലമായ സ്നേഹത്തിൻ്റെ പ്രകാശനം. അപ്പോൾ അതല്ലാതെ വരുമ്പോഴൊക്കെ നമ്മൾ ഈ പാവത്തിലേക്ക് വീഴും. ജഡത്തിൻ്റെ ദുരാശ മതി. ഇനി രണ്ടാമത്തേത് പറയുന്നത് കണ്ണുകൾ ദുരാശാണ്. അതാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഒത്തിരി പേര് പറയുന്നുണ്ട്, എൻ്റെ അച്ഛോ എനിക്ക് എൻ്റെ കണ്ണാകെ പെശകാച്ചു, ഞാൻ പോയി കണ്ണെങ്ങാനും വല്ല കുഴപ്പമാണ്. അല്ല, അതില്ല അച്ഛോ, ഞാൻ എങ്ങനെ കണ്ണുകൊണ്ട് നിന്നു, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതല്ല കണ്ണിൻ്റെ ദുരാശ. കണ്ണിൻ്റെ ദുരാശ സംഗതി വേറെയാണ്, ടോപ്പിക്ക് മാറിപ്പോയി. അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. കണ്ണിൻ്റെ ദുരാശ എന്നതാണെന്ന് ഇതിവിടെ കൃത്യമായി തിരുസഭയുടെ സാർവത്രിക മതോന്നതത്തിൽ ഈ കണ്ണ് ദുരാശ എന്ന് പറയുന്നത് ആസക്തിയുടെ സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷൻ നോക്കുന്ന അല്ലെന്ന് ഡെഫിനറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നത് നോക്കുക. ആദിമ മനുഷ്യൻ 377, ആദിമ മനുഷ്യൻ അവൻ്റെ സർവ ഉണ്മയിലും നിർമ്മലനും ക്രമീകൃതനുമായിരുന്നു. ഇനി പറഞ്ഞ ശ്രദ്ധിക്കുക. കാരണം മനുഷ്യനെ ഇന്ദ്രിയ സുഖങ്ങൾക്കും ലൗകിക വസ്തുക്കളോടുള്ള ദുരാശയ്ക്കും ബുദ്ധിക്ക് നിരക്കാത്ത അഹങ്കാരത്തിനും അടിമപ്പെടുത്തുന്ന ത്രിവിധ പാപാസക്തികളിൽ നിന്ന് അവൻ സ്വതന്ത്രനായിരുന്നു. കണ്ടോ? ഇപ്പൊ ജഡത്തിന്റെ ദുരാശയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ്? ഇന്ദ്രിയ സുഖങ്ങൾ. കണ്ണുകൾ ദുരാശയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ്? ലൗകിക വസ്തുക്കളോടുള്ള ആസക്തി. കണ്ടോ? ഇതാണ് ഹവ്വായുടെ പ്രശ്നം. സാത്താൻ പാപൻ രൂപത്തിൽ ഈ പഴത്തെ അവതരിപ്പിച്ചപ്പോൾ ഹവ്വ പറയുന്നത് എന്താണ്? ഇത് കണ്ണിന് കൗതുകകരവും. ഉണ്ടോ? CCC 377 ആണ് ഞാൻ വായിച്ചത്. ഞാൻ ഇംഗ്ലീഷോടെ വായിക്കാം. ചിലർക്ക് ചില മലയാള പദങ്ങൾ നിശ്ചയമില്ലാത്തതുണ്ടാകും. അതുകൊണ്ട് ഞാൻ 377 ഇംഗ്ലീഷോടെ വായിച്ച് കേൾപ്പിച്ചേക്കാം. അതെങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? The first man was unimpaired and ordered in his whole being because he was free from the triple concupiscence that subjugates him to the pleasures of the senses. Second one, covetousness for earthly goods. കണ്ടോ? covetousness for earthly goods. സത്യത്തിൽ ഹവ്വായുടെ പാപം എന്താ? അവൾ വ്യഭിചാരം ചെയ്തില്ലല്ലോ, അവൾ കൊലപാതകം ചെയ്തില്ലല്ലോ. പിന്നെന്താ അവളുടെ പാപം? സൃഷ്ടാവിൽ ആനന്ദിച്ചിരുന്ന അവളെ തന്ത്രപൂർവ്വം സാത്താൻ സൃഷ്ടാവിൽ ആനന്ദിക്കുന്നതിന് പകരം സൃഷ്ടിയിൽ ആനന്ദിക്കാനായി പ്രേരിപ്പിച്ചു. സൃഷ്ടാവിൽ മാതാവ് പറഞ്ഞ എന്താ ഓർക്കുന്നില്ലേ? മാതാവിൻ്റെ കീർത്തനത്തിൽ പറയുന്നതാണ്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു.
ദൈവത്തിൽ ആനന്ദിക്കാൻ ഇവിടെ വെച്ച് പറ്റിയില്ലെങ്കിൽ സ്വർഗം നമുക്കില്ല പ്രിയപ്പെട്ടവരെ. ഭൂമിയിലെ ജീവിതം ദൈവത്തിൽ ആനന്ദിക്കുന്നതിന് പകരം ഭൗതിക വസ്തുക്കളുടെ സമൃദ്ധിയിൽ ആനന്ദിച്ച് ശീലിച്ചു പോയാൽ സ്വർഗം ഇല്ലെന്ന് ഇപ്പോഴേ എഴുതി ഒപ്പിട്ടു. കന്യാകുമാരിയുടെ ഭൗതിക വസ്തുക്കളൊന്നുമില്ല, ഒരു ചെറ്റക്കുടലാണ് ഉണ്ടായിരുന്നത്. വില കൂടിയ വസ്ത്രങ്ങളില്ല, ആഭരണങ്ങളില്ല, മൊബൈൽ ഫോൺ എന്തായാലും ഇല്ല, കാറില്ല. പക്ഷേ അവൾക്ക് എന്തുണ്ട്? എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ. ഹൗവ അങ്ങനെയായിരുന്നു. അവൾ ദൈവത്തിൽ ആനന്ദിച്ചിരുന്ന പെൺകുട്ടി, സ്ത്രീയായിരുന്നു. പക്ഷേ സാത്താൻ അവളോട് എന്താ പറയുന്നത്? ദൈവത്തിൽ ആനന്ദിക്കുന്നതിന് പകരം ഈ പഴത്തിൻ്റെ ആസ്വാദ്യതയിലും ഈ പഴത്തിൻ്റെ സൗന്ദര്യത്തിലും ഇതെന്നാൽ അറിവ് കിട്ടാമെന്നുള്ള മോഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ദ പ്ലഷേഴ്സ് ഓഫ് ദ സെൻസസ് നമ്പർ 1. രണ്ടാമത്തത് കവറ്റസ്നെസ് ഫോർ എർത്തലി ഗുഡ്സ്. അപ്പോൾ കണ്ണുകൾ ദുരാശ എന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കൾ വേണ്ടെന്നല്ല, ഭൗതിക വസ്തുക്കൾ ഏറ്റവും മിനിമം കൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം പാവങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യുന്ന അവസ്ഥ. ഇതല്ലേ അസീസിയിലെ ഫ്രാൻസിസ് അല്ലേ? അദ്ദേഹത്തെ മാത്രമാണ് രണ്ടാമത്തെ ക്രിസ്തു എന്ന് വിളിക്കുന്നത്. എന്താ കാരണം? ഒരു രാജാവിൻ്റെ മകനായിരുന്ന, ഒരു മഹാപ്രഭുവിൻ്റെ മകനായിരുന്ന അദ്ദേഹത്തിന് എന്തുമാത്രം സ്വത്തുക്കളുടെ അവകാശമുണ്ടായിരുന്ന അദ്ദേഹം മുഴുവനും സന്തോഷത്തോടെ കളയുകയാണ്. കാരണം എന്താ? ഈശോ പറഞ്ഞിരിക്കുന്ന പോലെ ആ രത്നവ്യാപാരി ജീവിതകാലം മുഴുവനും വില കൂടിയതെന്ന് കരുതപ്പെട്ട് രത്നങ്ങൾ വാങ്ങിച്ച് സൂക്ഷിച്ച ആള് അവസാനം ഇതാ അറിയുന്നു, ഒരു സുപ്രധാന രത്നമുണ്ട്, ലോകത്തിലെ എല്ലാ രത്നങ്ങളും വെച്ച് വലുതാണത്. അതറിഞ്ഞപ്പോൾ അയാൾ പോയി അതുവരെ ജീവിതം മുഴുവനും കൊണ്ട് നേടിയെടുത്ത രത്നങ്ങളെല്ലാം പെട്ട വിലയ്ക്ക് പറ്റിയിട്ട് പോയി സന്തോഷത്തോടെ പോയി ആ പുതിയ രത്നം വാങ്ങിക്കും. അതാണ് അസീസിയിലെ ഫ്രാൻസിസ്. അവൻ്റെ സ്വത്തുക്കൾ ഒന്നുമല്ലെന്ന് മനസ്സിലാവും. യേശുക്രിസ്തുവിനോട് തുലനം ചെയ്യുമ്പോൾ, യേശുക്രിസ്തു ആകുന്ന മഹാനിധിയോട് താരതമ്യം ചെയ്യുമ്പോൾ ഈ സ്വത്തും പണവും സൗകര്യവും സുഖങ്ങളും വട്ടപൂജ്യമാണെന്ന് മനസ്സിലായപ്പോൾ അവനെല്ലാം തിരിച്ചെഴുതി അപ്പന് കൊടുത്ത ശേഷം അവൻ പോയി ആ നിധി കണ്ടെത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ ഇവിടെ താമസിച്ചിരുന്ന കാലത്ത് ഞാൻ പോവുകയാണ്. ചിക്കാഗോയിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ ഈ നമ്മുടെ എത്തിക്കാട് ഇതിനാണ് പോയത്. അത് നിർത്തുന്ന സ്ഥലം ഏതാ? മറന്നുപോയില്ലേ? എവിടെ? അബുദാബി ചെന്നപ്പം ഞങ്ങളുടെ വണ്ടിക്ക് എന്തൊരു പ്രശ്നമുണ്ടായി. വണ്ടി പിന്നെ അങ്ങ് പോവുകയില്ല, അടുത്ത കണക്ഷൻ പ്ലേറ്റ് ഇല്ല. ഒരു ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഹോട്ടലിൽ താമസിക്കും. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു പറ്റം ക്രൈസ്തവർ, ഒരു പറ്റം ചേട്ടന്മാർ ചേച്ചിമാരാ, ഒരു പ്രത്യേകത കണ്ടു അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ. അപ്പോൾ ഒത്തിരി സമയം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെല്ലാവരും പ്രൊട്ടസ്റ്റന്റുകാരാന്ന് പറഞ്ഞു. അയ്യോ, എന്നിട്ട് പറയാണേ, ഫാദറെ ഞങ്ങൾ വെക്കേഷന് പോവുക. എങ്ങോട്ടാന്ന് ചോദിച്ചു. നിങ്ങൾ നാടെവിടെ? നാട്ടിൽ പോകണില്ലേ ഞങ്ങൾ വെക്കേഷന്? ഞങ്ങൾ വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ പോയി പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാനും ചാപ്പലുകൾ പണിത് സുവിശേഷം പ്രഘോഷിക്കാനും ആണ്ടുകൊല്ലം മുഴുവനുള്ള ഞങ്ങളുടെ ദശാംശം സൂക്ഷിച്ച് വെച്ചിട്ട് ഞങ്ങൾ 2 ആഴ്ച വടക്കേ ഇന്ത്യക്ക് പോവുക. ഞാൻ ഒരിക്കലും മറക്കണില്ല സംഭവം. നമ്മൾ വീട്ടിൽ പോയാൽ വെള്ളമൊക്കെ അടിച്ച് എല്ലാവരും കറങ്ങി ഹായ് 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 എല്ലാവരും കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് സുഖിച്ച് 2 ആഴ്ച അടിച്ച് ഫിറ്റായിട്ട് വീണ്ടും ഇങ്ങോട്ട് പോരും. കത്തോലിക്കൻ്റെ സ്വഭാവം. പ്രൊട്ടസ്റ്റൻ്റ് കാര്യം ഒരു കൊല്ലത്ത് സമ്പാദ്യം കൂട്ടിവെക്കുക. എന്തിനാ? പാവങ്ങൾക്ക് കരുണ കാണിക്കാൻ, ദേവാലയങ്ങൾ നിർമ്മിക്കാൻ, സുവിശേഷ വേല ചെയ്യാൻ. നമുക്ക് നിങ്ങൾ ജീവിക്കുന്ന സമൃദ്ധിയുടെ രാജ്യത്താണ്, ലോകത്തെ ഏറ്റവും സമൃദ്ധിയുടെ രാജ്യം എന്ന് അറിയപ്പെടുന്ന എൻ്റെ എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും കൊല്ലം എന്തോരം പണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. മരിക്കാനത്ത് കണക്ക് കൊടുക്കണം ഉണ്ടാക്കിയ പണത്തിന് മുഴുവനും. വലിയ പ്രശ്നമാകും. എങ്ങനെ പണം ഉപയോഗിച്ചു? അപ്പോൾ ഈ ഭൗതിക വസ്തുക്കളുടെ ഡിറ്റാച്ച്മെന്റ് കൂടിയേ തീരൂ. നമുക്ക് we shall not be attached to the earthly goods and the pleasures of this world. We should be attached to Christ. കണ്ണുകൾ കാശ് വലിയ പാപമാണ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്താണ്? യേശുക്രിസ്തു പാപത്തിൽ നമ്മൾ നീക്കും. യേശുക്രിസ്തു യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി ജഡത്തിൻ്റെ ദുരാശ ജീവിക്കുകയില്ല.
യേശുക്രിസ്തു യഥാർത്ഥമായി വിശ്വസിക്കുന്ന വ്യക്തി, യേശുവിനെ കർത്താവ് സ്വീകരിച്ച വ്യക്തിക്ക് ഭൗതിക വസ്തുക്കളോട് എന്തായാലും ഡിറ്റാച്ച്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും, സ്വാഭാവികമായിട്ടുണ്ടാകും. അതാണ് അസീസിയിലെ ഫ്രാൻസിസിനെ പോലെ ആൾക്കാർ. അല്ലെങ്കിൽ വിശുദ്ധരെ നോക്കിയോ, സഭയിൽ ഞാൻ ഞെട്ടിപ്പോയി. ഇന്ന് സിസ്റ്റർമാർ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി, എൻ്റെ ദൈവമേ വിശുദ്ധന്മാരെ കൊണ്ട് തോറ്റി. ആ ഹൗസ് നിങ്ങൾക്കറിയാമല്ലോ, അവിടെ എന്നാ പറഞ്ഞ പേര് അതിന്, ഇവിടെ അടുത്തുള്ള ഒരു വിശുദ്ധന്മാരുടെ ഒരുപാട് വിശുദ്ധന്മാരുടെ റെലിക്കൊക്കെ ഉള്ള 350 വിശുദ്ധന്മാരുടെ റെലിക്കുള്ള ഒരു ആലയത്തിൽ മദർ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി അന്തം വിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇതായി ടച്ചായിപ്പോയി. ഈ വിശുദ്ധന്മാരൊക്കെ എങ്ങനെയാണ് വിശുദ്ധന്മാരായത്? അല്ലെ, നമ്മുടെ കൊച്ചുശ്ശേരി പുണ്യാളത്തിൽ അപ്പനും അമ്മയും അവർക്ക് 6 മക്കളുണ്ടായിരുന്നല്ലോ, അവർ പുണ്യാളന്മാരായത് എങ്ങനെയാണ്? നമുക്കോ അതല്ല, ജഡത്തിന് ദുരാശയോട് വിട പറഞ്ഞാൽ മതി, ലൗകിക വസ്തുക്കളോടുള്ള ആ ആസക്തി വിട്ടുകളഞ്ഞാൽ മതി. നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. അതിന് ഈശോ വന്ന അതിനു വേണ്ടിയാ, അതിനുവേണ്ടി ഈശോ വരും. അല്ലെ ഈശോ വരേണ്ട ആവശ്യമില്ലല്ലോ. മനുഷ്യനെ സ്വന്തം പ്രാപ്തി കൊണ്ടും മിടുക്ക് കൊണ്ടും പരിശ്രമം കൊണ്ടും ഈ അടിസ്ഥാന തിന്മകളിൽ നിന്ന് മോചിക്കപ്പെടാൻ പറ്റുമായ ഈശോ വരേണ്ട ആവശ്യമുണ്ടോ? ഇനി വന്നാൽ തന്നെ കുരിശ് മരിക്കേണ്ട ആവശ്യമുണ്ടോ? ഏതെങ്കിലും പിതാവ് തൻ്റെ പുത്രനെ കുരിശെ കൊല്ലാൻ സമ്മതിക്കുമോ? എനിക്ക് ഒരു മനസ്സിലായത്, ഈ കുരിശിൻ്റെ വഴി 14 സ്ഥലമില്ലേ, അവിടെ ഏതെങ്കിലും സ്ഥലത്ത് പിതാവിനെ പറ്റി പറയണുണ്ടോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? എന്നെ പിതാവ് കിടന്ന് ഉറങ്ങായോ? ആ മകൻ പോയി കുരിശിന് വഴി നടത്തി, ഞാൻ പറഞ്ഞെ, അങ്ങനെയാണോ? എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ്, യോഹന്നാൻ 3:16 നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, യോഹന്നാൻ 3:16 എന്താ പറയുന്നത്? അവനിൽ വിശ്വസിക്കുന്ന ഒരാളും നശിച്ചു പോകാതെ നിത്യജീവൻ നൽകേണ്ടതിന് തൻ്റെ ഏക മകനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ കുരിശിന് വഴിയൊക്കെ പഴഞ്ഞ പ്രാർത്ഥന കുട്ടിയേക്കരുത് കേട്ടോ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് ഓരംഗവും നമ്മോട് പറയുക. ഓസ്ട്രേലിയയിലെ നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി ഒരു ധ്യാനം നടത്താൻ എന്നോട് അവിടുത്തെ ബിഷപ്പ് ആവശ്യപ്പെട്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ചെന്ന് 8 ആഴ്ച നടത്താനാണ് ആവശ്യപ്പെട്ടത്, അവിടുത്തെ എല്ലാ പള്ളികളും. പക്ഷേ ഇത് കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഓൺലൈൻ ധ്യാനം നടത്താൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 3 ദിവസം പ്രാർത്ഥിക്കാമെന്ന് കരുതി ചാപ്പലിൽ ഇരുന്നപ്പോൾ ധ്യാനത്തിന് ഉള്ളതൊന്നും പറഞ്ഞു തരുന്നില്ല. അതിന് പകരം ഒരു പുതിയ കുരിശിൻ്റെ വഴി കർത്താവ് പറഞ്ഞു തരാൻ തുടങ്ങി. ഡിക്റ്റേറ്റ് ചെയ്യുന്ന പോലെയാണ് കുരിശ്. ഞാൻ പാട്ട് എഴുതാനായിട്ട് എനിക്ക് ABC അറിയാൻ പറ്റാത്ത മനുഷ്യനെയാണ്. പക്ഷേ 14 കുരിശിൻ്റെ വഴിയും പിന്നെ 2 പ്രാരംഭം അവസാനം പാട്ടുകളും അതിൻ്റെ പ്രാർത്ഥനകളും എല്ലാം ഇങ്ങനെ ഒരു ഏതാണ്ട് 1-2 മണിക്കൂർ ഇപ്പോൾ തീർന്നത്. അപ്പോൾ അതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഇതാണ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഞാനെന്ന ഒരു ഏക വ്യക്തി രക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന്. അതിലൊരു 3-ാം സ്ഥലത്ത് ഞാനിങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്, കർത്താവ് താഴെ കിടക്കുന്ന ഭാഗം, കർത്താവ് കുരിശിൻ്റെ ഇവിടെ കിടക്കുന്ന ഭാഗം. എനിക്കിങ്ങനെയാണ് മനസ്സിലാകുന്നത്, നമ്മുടെ ഓരോരുത്തരെയും കാൽക്കൽ മുട്ടുകുത്തി കർത്താവ് കരയുകയാണ്, പാപത്തിൽ നിന്ന് പിന്തിരിയണമേ എന്ന്. അതെങ്ങനെ ധ്യാനിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യൂദാസിനെ പറ്റി കർത്താവ് നേരത്തെ തന്നെ അറിയാതെ നമുക്ക് കുഴപ്പമുണ്ടാക്കുന്നു. പക്ഷെ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി കർത്താവ് കൂടെ കൊണ്ടു നടന്ന് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് സ്നേഹം കൊടുത്ത് പല പ്രാവശ്യം മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്, നീ എന്നെ ഉപേക്ഷിക്കും, ഒറ്റിക്കിടക്കുന്നു. എന്നിട്ട് നമ്മൾ മനസ്സ് മാറുന്നില്ല. അവസാനം കർത്താവ് എന്താ, അവൻ്റെ കാല് പിടിക്കുകയാണ്. അവൻ്റെ കാല് പിടിച്ച് മുത്തുകയാണ്. മുത്തിയെന്ന് നമുക്കറിയത്തില്ല, കാല് കഴിയുമെന്ന് പറയുന്നുണ്ട്. എനിക്ക് 3-ാം സ്ഥലം ധ്യാനിച്ചപ്പോൾ മനസ്സിലായതാ, നമ്മുടെ കർത്താവും ദൈവവുമായവൻ നമ്മുടെ ഓരോരുത്തരും കാൽക്കൽ കമന്ന് കടന്ന് കരഞ്ഞുകൊണ്ട് പറയും, എൻ്റെ മോനെ മോളെ, നീ ഇനിയെങ്കിലും പാപജീവിതം ഉപേക്ഷിക്കുക. നാലാം സ്ഥലത്ത് എനിക്ക് മനസ്സിലായത്, മാതാവ് ഈശോയും കൂടെ പൊട്ടിക്കരഞ്ഞ് തുടർച്ചയായി കരയുന്നതായിട്ടാണ്. നാലാം സ്ഥലത്ത് മാത്രമല്ല, നമ്മൾ ഈ മജുഗറിയിൽ പോയിട്ടുള്ളവർ കാണാൻ പറ്റും, അവിടെ കുരിശിൻ്റെ വഴിയിൽ 14 സ്ഥലത്ത് മാതാവിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 14 സ്ഥലത്ത്. അതെങ്ങനെ മാതാവിന് തന്നെ? മാതാവ് അപ്പോൾ പ്ലെയിനിൽ നിങ്ങോട്ട് ഇറങ്ങി വന്നോളൂ. 4 സ്ഥലമായോ എന്നോട് പറയാൻ പറ്റാ, 4 സ്ഥലത്ത് ഓടി വരുവാണ്. മാതാവ് ഗത്സമയം മുതൽ തീർച്ചയായിട്ടും യേശുവിൻ്റെ കൂടെ കാണാതിരിക്കുമോ? അപ്പോൾ ഈ കുരിശിൻ്റെ വഴി ഉടനീളം കർത്താവ് മാതാവും കൂടെ കരയാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. 9-ാം സ്ഥലം, ഞാനിത് ചിലത് മാത്രം പറയുന്നത്, എല്ലാം പറയാൻ നേരില്ലാത്തതുകൊണ്ടാണ്. 9-ാം സ്ഥലം എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്, നമ്മളാരും തന്നെ, നമ്മൾ ഒറ്റയാളും
നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ത്യാഗവും ചെയ്യാൻ തയ്യാറുള്ള നമുക്കെല്ലാം സുഖിക്കണം, സന്തോഷിക്കണം, പരമാവധി സുഖിക്കണം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ത്യാഗവും ചെയ്യാൻ നമ്മൾ സന്നദ്ധരല്ലാതിരിക്കെ ഈശോ പറയാണ്, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ജീവിതം മുഴുവൻ ത്യാഗം ചെയ്തോളാം എന്ന് പറഞ്ഞ് നമ്മുടെ കാൽക്കൽ വീഴുകയാണ്. 10ാമത്തെ സ്ഥലത്ത് കർത്താവ് നഗ്നനാക്കപ്പെടുന്നു. എന്തായാലും കാരണം നമ്മുടെ ശരീരം ദൈവത്തിന് സ്വീകാര്യമായി ബലിയാകേണ്ടതിന്. നമ്മുടെ ശരീരത്തെ പറ്റി വേദപുസ്തകം പറയുന്നത് എന്താ? നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. നിങ്ങളുടെ ശരീരം യേശുക്രിസ്തുവിന്റെ അവയവമാണ്. 1 കൊരിന്ത്യർ 6:13 പറയും, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, ശരീരം കർത്താവിന് വേണ്ടിയുള്ളതാണ്. കർത്താവ് നിന്റെ ശരീരത്തിന് വേണ്ടിയുള്ളതും. ഈ ഉന്നതമായ പദവികളെല്ലാം മറന്ന് നമ്മൾ താൽക്കാലിക സുഖത്തിന് വേണ്ടി ശരീരത്തെ ഉപയോഗിക്കുമ്പോൾ ഇതാ കർത്താവ് വസ്ത്രമുരിയപ്പെട്ട് നഗ്നനാക്കപ്പെട്ട് അവമാനിതനായി നിൽക്കുകയാണ് നമ്മുടെ ഈ ആസക്തി നമ്മൾ മോചിപ്പിക്കാൻ വേണ്ടി. വീണ്ടും കർത്താവിൻ്റെ കൈയും കാലും അണിയടിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്കുകൾ, യേശുക്രിസ്തുവിന് സ്വന്തമായുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ എല്ലാ വികാരങ്ങളോടും മോഹങ്ങളോടും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. Who is a Christian? A Christian is somebody who is crucified with Christ. അവൻ്റെ ശരീരത്തെ അല്ല, ശരീരത്തിൻ്റെ മോഹങ്ങളെ, ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ കുറിച്ച് തറച്ച വ്യക്തിയാണ് ക്രിസ്ത്യാനി. അങ്ങനെ ഓരോ സ്ഥലത്തും 12ാമത്തെ സ്ഥലത്ത് നമ്മളൊരു പ്രാർത്ഥന എന്താ ഭയങ്കര ഹൃദയ ടച്ചിങ്ങാ. കർത്താവിനെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടില്ല? യേശുവിൻ്റെ ക്രൂശി ആ സിനിമയുടെ പേരെന്താ? മെൽ ജിബ്സന്റെ പാഷൻ ഓഫ് ക്രൈസ്റ്റ്. കണ്ടിരിക്കാൻ പറ്റിയില്ല. ഞാൻ അർക്കൻസാൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2006 ഈ സിനിമ ആദ്യമായിട്ട് അമേരിക്കയിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഒരു സംഘമായിട്ട് തന്നെ സിനിമാ തിയേറ്ററിൽ പോയി. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന ഗ്രൂപ്പ് ഏറ്റവും തീക്ഷ്ണമുള്ള ഒരു ചെറുപ്പക്കാരത്തി മദാമ്മ, അവൾ വന്നില്ല. 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാനൊരു ധ്യാനം അവിടെ നടത്തിയപ്പോൾ, ഇംഗ്ലീഷുകാർക്ക് വേണ്ടി നടത്തിയപ്പോൾ ഞാൻ ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ കാണിച്ചു ക്ലാസ്സിനിടയ്ക്ക്. ഇവള് കണ്ടില്ല. ഇവള് പറഞ്ഞതാ, ഞാൻ കണ്ട ഞാൻ മരിച്ചു പോകുമെന്നാണ് പറഞ്ഞു. അവൾ അത്രമാത്രം ഈശോയെ സ്നേഹിക്കുന്നുണ്ടാണ്. എനിക്കത് കാണാൻ പറ്റില്ല. ഞാൻ മരിച്ചു വീണു പോകും. പക്ഷെ നമുക്ക് എത്ര കണ്ടും ഒരു മാറ്റം വരുന്നില്ല. അപ്പം അതിൽ കർത്താവിനെ ചമ്മട്ടിക്കടിക്കുമ്പോഴും ഒരക്ഷരം കർത്താവ് പ്രതികരിക്കുന്നില്ല. കൈയും കാലം അടിച്ചു കയറ്റിയിട്ട് പ്രതികരിക്കുന്നില്ല. മുഖത്തൂപ്പിട്ട് പ്രതികരിക്കുന്നില്ല. വലിയ മുള്ള അടിച്ചിറക്കിയിട്ട് പ്രതികരിക്കുന്നില്ല. പക്ഷെ കുരിശ കിടക്കുമ്പോൾ പ്രതികരിക്കുന്നുണ്ട്. എന്താ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? എന്തായിരുന്നു എൻ്റെ അർത്ഥം അറിയാവോ? ഈശോ ആരാ? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒപ്പമുള്ള ഏകസത്യ ദൈവമാണ്. പിതാവിനോടും പരിശുദ്ധാത്മാവ് ഈശോയുടെ സത്തയിൽ ഒന്നാ. ഈശോയുടെ ബന്ധം എന്ന് പറയുന്നത് നമുക്ക് കൈ മുറിച്ച് മാറ്റുന്നതിനേക്കാൾ വലിയ ബന്ധമാണ്. അവർ 3 ദൈവീയ വ്യക്തികളാണെങ്കിലും അവർ മൂവരും ഒരു ദൈവമായതുകൊണ്ട് ഈശോയ്ക്ക് വേറെ എന്തും താങ്ങാൻ പറ്റും. തന്നെ തല്ലിക്കൊല്ലുന്നോ, തെറി പറയുന്നോ, ചവിട്ടുന്നതോ, തൊഴിക്കുന്നതോ എല്ലാം സഹിക്കാൻ പറ്റും. പക്ഷേ പിതാവിൻ്റെ കൂട്ടായ്മ നഷ്ടപ്പെടുന്ന അസഹനീയമാണ്. അതെന്തിനാണെന്നറിയോ? ഈശോ പാപം ചെയ്തുകൊണ്ടില്ല. പാപത്തിൻ്റെ 1ാമത്തെ ഫലം ഞാൻ നേരത്തെ പറഞ്ഞ എന്താ? ദൈവത്തിൽ നിന്നുള്ള വേർപെടലാണ്. പാപത്തിൻ്റെ ഏറ്റവും വലിയ ഫലം ഇറ്റേണൽ സെപ്പറേഷൻ ഫ്രം ഗോഡ്. അത് ലോകം മുഴുവൻ എല്ലാവരും പാപം ചെയ്തുകൊണ്ട് കുറച്ച് സമയത്തേക്കെങ്കിലും ഈശോ ആ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷ ഈശോ അനുഭവിക്കുക. അതുകൊണ്ടാണ് ഈശോ പിതാവ് കണക്ഷൻ പോയി. ആ സമയത്ത് കണക്ഷൻ പോയി. നമ്മൾ നെറ്റ് വർത്താനം പറഞ്ഞില്ല, കണക്ഷൻ പോയി. എന്ത് പറയുന്നില്ല, പിതാവുമായി കണക്ഷൻ പോയി കുറച്ച് സമയത്തേക്ക്. അത് താങ്ങാൻ പറ്റിയില്ല. അപ്പോഴാണ് നിലവിളിക്കുന്ന കർത്താവ് കിടന്ന്. അങ്ങനെ ഈശോയുടെ ഈ കുരിശിൻ്റെ വഴി പ്രാർത്ഥന വളരെയധികം നമ്മൾ ധ്യാനിച്ച് ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയും. ഞങ്ങൾ ധ്യാനകേന്ദ്രത്തിലെ എല്ലാ ദിവസവും ആദ്യത്തെ പ്രാർത്ഥന കുരിശിൻ്റെ വഴി 5 മണിക്ക്. കുരിശിൻ്റെ വഴി പ്രാർത്ഥന കഴിയുമ്പം പിന്നെ കർത്താവിനോട് വലിയ സ്നേഹമാണ്. പിന്നെ അർപ്പിക്കുന്ന ബലി ഒരു വല്ലാത്ത ബലിയർപ്പണം തന്നെയായിരിക്കും. ശരിയായ കുരിശ് ചിലയിടത്ത് ഞാൻ ഒരു പള്ളിയിൽ അസിസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ ആ പള്ളിയിൽ ചെന്നപ്പോൾ എന്നോട് പേര് പറയാം, അച്ഛാ കുരിശിൻ്റെ വഴിയുണ്ട്, നോമ്പ് കാലമല്ലേ ആവുക. അപ്പോൾ 7 മിനിറ്റ് കൊണ്ട് കുരിശിൻ്റെ വഴി നടത്തുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കപ്പേരെ നടത്തിക്കുക, ഞാനില്ല. 1-ാം സ്ഥലം എന്ന് പറയുമ്പോൾ 1 മിനിറ്റ് ആകും. അങ്ങനെ ചടങ്ങിന് വേണ്ടി നടത്തുക നമ്മളെപ്പോഴും ഒരു കാര്യമില്ല. ഞാനീ പറയുന്ന കുരിശിൻ്റെ വഴി തയ്യാറാക്കിയിട്ട് നമ്മുടെ പാട്ടുകാരൻ്റെ പേരെന്നാ? എറണാകുളത്തെ മെയിൻ പാട്ടുകാരൻ എന്താ? ഞാൻ കേൾക്കാൻ പറ്റില്ല ഇതിരിക്കാനും. അല്ലെന്നേ, പാട്ട് പാടുന്ന ആൾ ഗായകനേ. എനിക്ക് അങ്ങനെ പേര് മറന്നു പോകും. എന്താ പറഞ്ഞേ?
ഹെക്ടർ ഈ പാട്ട് പാടിയ ശേഷം എന്നോട് ഫോൺ ചെയ്തിട്ട് പറയാം, അച്ഛാ ഈ കുരിശിൻ്റെ വഴി പ്രാർത്ഥന നോമ്പ് കാലത്തേക്കുള്ള പ്രാർത്ഥനയാക്കി ചുരുക്കുന്ന ഒരു ട്രഡീഷനാണ് നമുക്കുള്ളത്. അത് അച്ഛനും തിരുത്തണം. അച്ഛൻ എവിടെ ധ്യാനിപ്പിക്കാൻ പോയാലും പറയണം, കുരിശിൻ്റെ വഴി ഷുഡ് ബി എ ഡെയിലി പ്രയർ. അയാൾ പറഞ്ഞു തന്നൊരു അറിവാണ്, ഞാനത് ചിന്തിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ധ്യാനകേന്ദ്രം ആയതുകൊണ്ട് ഡെയിലി നടത്താറുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് ധ്യാനകേന്ദ്രം ആയതുകൊണ്ട് നടത്തുന്നല്ലോ എന്നാണ്. അദ്ദേഹം പറയും എല്ലാ ക്രിസ്ത്യാനിയുടെയും അവിഭാജ്യ പ്രാർത്ഥന. കാരണം എന്താ വെച്ചാൽ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ കാമ്പെന്ന് പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മൂന്നാമത്തോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, സമയം പോണേ ഞാൻ അറിയുന്നുണ്ട്. ജഡത്തിന് ദുരാശ, കണ്ണുള്ള ദുരാശ. മൂന്നാമത്തെ എന്താണ്? ജീവിതത്തിൻ്റെ അഹന്ത. ജീവിതത്തിൻ്റെ അഹന്ത എന്ന് പറയുന്നത് കാത്തലിക് ലിവിംഗ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മനോഹരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഇരിക്കുന്നത്, ദി പ്രൈഡ് ദാറ്റ് കംസ് ഫ്രം വെൽത്ത് ആൻഡ് ഇമ്പോർട്ടൻസ്. ധനം കൂടുമ്പോൾ സ്വാഭാവികമായ അഹങ്കാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ഥാനമാനങ്ങളും അഹങ്കാരികളാക്കാൻ സാധ്യതയുണ്ട്. ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. എത്രയോ നല്ല സമ്പന്നന്മാർ അങ്ങേറ്റ എളിമയുള്ളവരായി ജീവിക്കുന്നു. എത്രയോ അനേക ഉദാഹരണം, മദർ തെരേസ എന്തെല്ലാം അവാർഡ് കിട്ടിയ ആളാണ്, എന്തെല്ലാം സ്ഥാനങ്ങൾ വഹിച്ച ആളാണ്, പക്ഷേ എന്തൊരു ഹമ്പിളായിരുന്നു. സാധാരണക്കാർക്ക് സ്വത്തും സ്ഥാനമാനം കിട്ടുമ്പോൾ അഹങ്കാരം ഉണ്ടാകും. അപ്പോൾ ഈ അഹങ്കാരം, ഇത് മൂന്നെണ്ണമാണ് നമ്മുടെ കർത്താവ് വന്നത് ഈ പ്രധാന അടിവേര്, തിന്മയുടെ അടിവേരുകൾ നശിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് പ്രിയപ്പെട്ട് നമ്മൾ ഇന്ന് ആരാധന പ്രാർത്ഥിക്കാൻ എന്താണെന്നറിയാം, കർത്താവേ, ഈ നമ്മുടെ ദാവീദ് രാജാവ് എത്ര കൊല്ലാന്നറിയാം കർത്താവിന് പ്രീതനായിട്ട് ജീവിച്ചു. കർത്താവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിനിണങ്ങിയവൻ. പക്ഷേ വർഷങ്ങളോളം ദൈവാരാധകനായിരുന്ന ദാവീദ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് പാപക്കുഴി പോയി വീണില്ല. അതിനുശേഷം ദാവീദ് എഴുതിയ പ്രാർത്ഥന സങ്കീർത്തനം 51 എന്താ പറയുന്നത്? ദൈവമേ, ജനിച്ചപ്പോൾ തന്നെ ഞാൻ ജനിച്ചപ്പോഴെന്നല്ല, അമ്മയുടെ അതെങ്ങനെയാണ് അമ്മയുടെ അടുത്ത് പാപിയാകാൻ പറ്റുന്നത്? എങ്ങനെയാണ്? അതായത് ദ ഫോളൻ ഹ്യൂമൻ നേച്ചർ എന്നത് പറയുകയാണ്. അതുകൊണ്ട് പഴയ നിയമത്തിൽ പോലും അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഗ്രാവിറ്റി ഓഫ് അവർ ഫോളൻ ഹ്യൂമൻ നേച്ചർ? ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ പാപത്തിലേക്കാണ് എനിക്ക് ചായ്വ്. അതുകൊണ്ട് ദാവീദ് പറയും, കർത്താവേ, നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക്. വേറെ നമ്മളാ ചോദിക്കുന്ന പണത്തിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയൊക്കെ അപേക്ഷിച്ച് നടക്കുന്നത്. ഈ മഹാന്മാരാരും അങ്ങനെ ചോദിച്ചിട്ടില്ല. ഏതെങ്കിലും വിശുദ്ധന്മാർ ചോദിച്ചാൽ എൻ്റെ മകനെ ഫസ്റ്റ് ക്ലാസ് എടുപ്പിക്കണേ, അത് ഇല്ല. അതൊക്കെ വേണം വേണം വേണം, പക്ഷേ അതൊന്നും സീക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക, ബാക്കിയെല്ലാം തന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാനൊരു പാപി, അത് ആദ്യം അംഗീകരിക്കണം. ഞാൻ പറഞ്ഞ പോലെ പ്രാവേ ചക്ക ഉണ്ടായില്ലെങ്കിൽ പ്രാവ് തന്നെയാണ്. ഞാൻ പാവപ്രവർത്തികൾ ചെയ്യുന്നില്ല, പാപകരമായി സംസാരിക്കുന്നില്ലെങ്കിൽ എൻ്റെ ഹൃദയത്തെ ഞാൻ പാപിയാണല്ലോ. എൻ്റെ ഹൃദയത്തെ കർത്താവ് ശുദ്ധീകരിക്കും. ഈശോയ്ക്ക് മാത്രം പറ്റുന്ന പരിപാടിയാണ്. അപ്പോൾ ഈശോ താരം വരുമ്പോൾ എല്ലാവരെയും നോക്കും. ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ഒരു 50 രൂപ കൊണ്ടുവരുമ്പം ഏറ്റവും കൂടുതൽ ഗുരുതരമായ രോഗാവസ്ഥയിലുള്ള രോഗിയോടായിരിക്കും ഡോക്ടറിന് കൂടുതൽ അനുകമ്പ. ഡോക്ടർ കാഷ്വാലിറ്റി ആയിട്ട് ചെയ്യുന്നതും ആ രോഗിക്ക് വേണ്ടി. അപ്പം നമ്മളിവിടെ ഇരിക്കുന്ന 150-200 പേരുണ്ട്. ഈ 200 പേരിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഈ 3 മേഖലകളിൽ, ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അകന്ത, ഈ 3 മേഖലകളിൽ എല്ലാ പാവവും പെടും. ആരൊക്കെയാണോ വിഷമിച്ചിരിക്കുന്നത് അവരുടെ അടുത്തേക്ക് ഈശോ ഓടി വരും. കാരണം അവൻ്റെ ടൈറ്റിൽ തന്നെ അതാ, അവൻ്റെ ഐഡൻറ്റിറ്റി എന്താ? പാപമോചകൻ. ഞാൻ ബാക്കിയൊന്നും പറഞ്ഞില്ല, സമയം കിട്ടിയത്. അതുകൊണ്ട് വേറെ ഇനി 6 കാര്യങ്ങളുണ്ട് ഈശോ ഏകരക്ഷകനെ പറയാൻ കാരണം. അത് പറയുന്നില്ല, നമുക്ക് സാരമില്ല. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകാം. കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ, കണ്ണിലൂടെ പ്രാർത്ഥിക്കണം. നമുക്ക് ഇപ്പോൾ കോവിഡ് വന്ന് നമ്മളാരും മരിച്ചിട്ടില്ല. എത്ര പേര്? അമേരിക്കയിൽ 5 ലക്ഷം പേര് മരിച്ചെന്ന് പറയുന്നുണ്ട്. ശരിയാണോ? എനിക്കറിഞ്ഞൂടെ. നമ്മളൊക്കെ പെട്ടുപോകേണ്ടതായിരുന്നല്ലേ? ഇന്ത്യയിലും മരിച്ചു. അപ്പോൾ അതുകൊണ്ട് മേടിച്ചിട്ട് പറയുകയല്ല, എപ്പോഴും ഈ കോവിഡെല്ലാം അതിന് എത്ര തരത്തിൽ നമുക്ക് മരിക്കാൻ പറ്റും, അതെല്ലാം തരത്തിൽ മരണം ഉണ്ടാകാം. അപ്പം നമ്മളുടെ കർത്താവിൻ്റെ മുമ്പിൽ വിശുദ്ധരുമാകണം. നമുക്ക് ഓർക്കാൻ, നമ്മുടെ ഈ ശരീരം ഉണ്ടല്ലോ, ഇത് മരിച്ചു കഴിയുമ്പോൾ എന്തിനുള്ളതെന്നറിയാം? ഇത് മഹത്വം പ്രാപിക്കാനുള്ളതാണ്. മഹത്വം നമ്മൾ ഈ മരിച്ചു കഴിയുമ്പോൾ മുത്താറില്ലേ നമ്മുടെ പ്രിയപ്പെട്ടവരെ? അത് നമ്മൾ വെറുതെ സ്നേഹം കാണിക്കാൻ വേണ്ടി. വാസ്തവത്തിൽ അത് തിരിശേഷിപ്പല്ലേ. നമ്മൾ തിരിശേഷിപ്പ് കിട്ടി എന്താ ചെയ്യുന്നത്? എടുത്ത് മുത്തും അല്ലേ? അങ്ങനെയല്ലേ? തിരിശേഷിപ്പ് ഇടാം, മുത്തും. ഒരു ക്രൈസ്തവൻ്റെ മൃതശരീരം തിരിശേഷിപ്പാണ് വാസ്തവത്തിൽ, ക്രിസ്ത്യാനായിട്ട് ജീവിക്കുകയാണെങ്കിൽ.
അതല്ലേ അൽഫോൺസാമ്മയുടെ ഒരു മുടിനാരിന് അല്ലേ, അൽഫോൺസാമ്മയുടെ ദേഹത്ത് മുട്ടിയ വസ്ത്രത്തിൻ്റെ ഒരു എഴുന്നാർക്കൊക്കെ എന്ത് ഡിമാൻഡാണ്. നമ്മൾ വിശുദ്ധർ, പൗലോസിയ ആദ്യകാല ക്രൈസ്തവരെ വിളിച്ചിരുന്നത് എന്താണ്? വിശുദ്ധർ എന്ന് അഡ്രസ്സ് ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞ കാര്യം, നമുക്ക് വിശുദ്ധരായി ജീവിക്കാനുള്ള എല്ലാ കൃപയും കഴിവും ദൈവം തന്നിട്ടുണ്ട്. കൂദാശകളിലൂടെ, മാമുദിസായിലൂടെ, കുർബാനയിലൊക്കെ എന്താ സംഭവിക്കുക, എന്തൊരു അത്ഭുതമാണ് കുർബാന സംഭവിക്കുക. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് കുർബാന ചൊല്ലുന്ന സമയത്ത്, നിങ്ങളുടെ പാപമോചനത്തിനായി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ അത് വാസ്തവത്തിൽ? നിങ്ങളുടെ പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമെന്ന് ഈശോ ആൾത്താരെന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു. അത് സംഭവിക്കുന്നുണ്ടെന്ന് അർത്ഥം. അതുകൊണ്ടാണ് ഈ കുർബാനയുടെ സമയത്ത് രോഗശാന്തി നടക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരു പള്ളിയിൽ സാധാരണ സൺഡേ സ്കൂൾ ഈ വെക്കേഷൻ കാലത്ത് കാറ്റീസം ഉണ്ടല്ലോ, ഒരാഴ്ചത്തെ കാറ്റീസം ഉണ്ടായിരുന്നു, ഒരാഴ്ച മുഴുവൻ വെക്കേഷൻ കാലത്ത്. അപ്പോൾ കാറ്റീസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഇടവകയിലുള്ള ഒരു 2 പേര് എൻജിനീയേഴ്സാണ്, ഭർത്താവും ഭാര്യയും. അവർക്കൊരു ഇളയ കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് എനിക്ക് തോന്നുന്നു 2-3 വയസ്സ് പ്രായം, 5 എന്നാ കുട്ടിയുടെ പേര്. ആ കുട്ടിക്ക് ജനിച്ചപ്പോൾ മുതൽ ഈ കഴുത്ത് മുതൽ കാൽപാദം വരെ തൊലിയില്ല, കംപ്ലീറ്റ് മാംസവും മാത്രമേ ഉള്ളൂ, ചോരയും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ഇങ്ങനെ ജനിച്ചത് കൊണ്ട് ഇവർ 2 പേർ ഒരാൾക്ക് ഒരിക്കലും ജോലിക്ക് പോകാൻ പറ്റാറില്ല. അപ്പോൾ ഈ വെക്കേഷൻ ബൈബിൾ സ്കൂൾ സമയത്ത് ഈ കൊച്ചിൻ്റെ മൂത്ത കൊച്ചൊരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു, അതും പെൺകുട്ടിയാണ്. അവൾ അപ്പനോട് പറഞ്ഞു, എന്തായാലും ഒരാഴ്ച സൺഡേ സ്കൂളല്ലേ, അപ്പോൾ ഞാൻ സൺഡേ സ്കൂളിൽ പോയി ഇവിടെ കൂടെ ഞാൻ കൊണ്ടുപോയിക്കോളാം, ആക്കിയിട്ട് കൊണ്ടുവന്നാൽ മതി, അപ്പനും അമ്മയ്ക്ക് ജോലിക്ക് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവർ വന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കൊച്ചിനെ കണ്ടപ്പോൾ ഞാൻ അയ്യോ ക്ലാസ്സിൽ ഇരുത്താൻ പറ്റിയില്ല കൊച്ചിനെ, കാരണം വേനൽക്കാലം പിള്ളേരൊക്കെ ഓടിച്ചാടി കളിച്ച് പൊടിയെല്ലാം നമുക്ക് അസുഖം കൂടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഓഫീസ് പള്ളി മേടെ താഴത്ത് ഒരു മുറിയുള്ളൂ, 2 നിലയൊന്നും അവിടെ ഇല്ല. എൻ്റെ ഓഫീസിൽ ഒരു പായൊക്കെ വിരിച്ച് ഒരു ബെഡൊക്കെ ഇട്ടാൽ കൊച്ചിനെ. അപ്പോൾ പറഞ്ഞു, ബെഡിൽ നിന്ന് കിടത്താൻ പറ്റിച്ചാൽ ഈ വാഴയുടെ ഇല വെട്ടി അതേ വെള്ളം കിടത്താം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെ വാഴയില വെട്ടി ആ കൊച്ചിനെ കൊണ്ട് എൻ്റെ ഓഫീസിൽ കിടത്തി. വൈകുന്നേരം വിരുന്ന് കൊണ്ടുപോകും. അപ്പോൾ 1, 2, 3, 4 ദിവസം കഴിഞ്ഞു. 5ാം ദിവസം കുർബാന. അന്ന് മാത്രമേ കുർബാനയുള്ളൂ, കഴിയുന്ന ദിവസം കുർബാന. അപ്പോൾ ഈ അമ്മ ആഗ്രഹിച്ചത് കുർബാനയുടെ സമയത്ത് കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. പക്ഷേ അന്ന് കൊച്ചിൻ്റെ അസുഖം കൂടി, കൊണ്ടുവരാൻ പറ്റിയില്ല, മരണപത്രത്തിലെത്തി. അതുകൊണ്ട് അപ്പൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൊച്ചിൻ്റെ അടുത്ത് വീട്ടിലിരിക്കുകയാണ്. പക്ഷെ അമ്മയ്ക്ക് തോന്നി കുർബാനയെ ഒന്ന് പങ്കെടുക്കണം, കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിപ്പോഴും ഓർക്കുന്ന രംഗം, അമ്മ കുട്ടികളിങ്ങനെ ലൈനായിട്ട് നിർത്തിയിരിക്കുക, പള്ളിയുടെ 3/4 ഭാഗം വരെ കുട്ടികൾ നിൽപ്പുണ്ട്. അതിൻ്റെ ഏറ്റവും പുറകിൽ അമ്മ ഇങ്ങനെ മുട്ടമായി നിൽക്കുക കുർബാനയുടെ സമയം മുഴുവൻ. വിശുദ്ധ കുർബാന ഇത് നിങ്ങളുടെ പാപമോചനത്തിനായി മുറിക്കപ്പെടുന്ന ശരീരം എന്നങ്ങ് പറഞ്ഞ നേരത്ത് ഞാനറിയുന്നില്ലത് ഈ സ്ത്രീ പറഞ്ഞത് ആൾക്കാരുകൾ തീകോളം പെട്ടെന്ന് അങ്ങോട്ട് പൊങ്ങിയിട്ട് ഇവരുടെ വീട്ടിലേക്ക് 2 വഴിയുണ്ട്. വണ്ടിക്ക് പോകാൻ വഴി കുറച്ച് അകലമാണ്, ഇടവഴി കൂടെ പോകാം. ആ ഇടവഴി കൂടെ ഈ തീകോളം പറന്ന് പോകണം ഇവർ കണ്ടായിരുന്നു. അപ്പത്തിന് അവർക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിരുന്നു. വീട്ടിൽ ചെന്നപ്പം കണ്ട അത്ഭുതം. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് മഴ വന്ന കാരണം ഈ അപ്പൻ അലക്കി പുറത്തിട്ട് തുണിയെടുക്കാൻ വേണ്ടി മഴ വന്നപ്പോൾ ഉടനെ ചാടി പുറത്തിറങ്ങി തുണിയെടുത്ത് അകത്ത് കയറി കാണുമ്പോൾ കണ്ട കാഴ്ച വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ കഴുത്ത് മുതൽ പാദം വരെ തൊലിയില്ലാതെ ചോരയും പഴുപ്പൊഴുകിയിരുന്ന കൊച്ച് ഇപ്പം ജനിച്ച് വീണ ആളെപ്പോലെ എഴുതിയിട്ട് നിൽപ്പുണ്ടാണ്. ആ കൊച്ചിന് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക. ഇവർക്ക് അപ്പോഴേക്കും അമ്മയെ ഓടിച്ചെന്ന് 2 പേർക്ക് സഹിക്കാം. 2 പേരും കൊച്ചിനെ എടുത്ത് ചുമന്നുകൊണ്ട് അപ്പം തന്നെ ഓടി 1 കിലോമീറ്ററോളം വരണം, ഓടി പള്ളിയിൽ വന്ന ഇവിടെ കുറേ ആൾക്കാരൊക്കെ എല്ലാം കാണിച്ചു കൊച്ചിന് വന്ന മാറ്റം. അപ്പം എനിക്ക് പിന്നെ അന്നൊന്നും എനിക്കത് മനസ്സിലാകും. എനിക്ക് പിന്നെ മനസ്സിലാകുന്നത് കുർബാന അർപ്പിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? പാപം മോചിക്കപ്പെട്ടു. പാപം മോചിക്കപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം വിട്ടുപോകും, തിന്മകൾ വിട്ടുപോകും. അതുകൊണ്ടാണ് കുർബാനയെ പറ്റി വിളിക്കുന്നത് യൂക്രിസ്റ്റ് ഹീൽസ് എന്നാണ് പറയുന്നത്. അതിപ്പോൾ ഒരു ഈ ഫിസിക്കൽ ഹീലിംഗ് വെറുതെ ഒരു സൈൻ കൂടെയാണല്ലോ, നമുക്ക് മനസ്സിലാകുമ്പോൾ. പക്ഷേ അതിലുപരി ഇന്നർ ഹീലിംഗ് നടക്കുന്ന കുർബാന നടക്കുന്ന സമയത്ത് ഇന്നർ ഹീലിംഗ് നടക്കുന്നുണ്ട്. ആന്തരികമായി വലിയ വിടുതൽ സംഭവിക്കും. നമ്മൾ വിശ്വസിക്കണമെന്ന് മാത്രം. കുർബാന എഴുന്നേച്ച് വെക്കുമ്പോൾ അങ്ങനെയാണ്. ഞാൻ മനസ്സിലാക്കിയിട്ട് ഈ ആരാധനയുള്ള ഇടവകൾ, ദീപികാരൻ ആരാധനയുള്ള ഭയങ്കര അത്ഭുതം നടക്കുന്നുണ്ട്. മദർ തെരേസ ഒരിക്കൽ മദർ തെരേസയോട് ഈ അമേരിക്കൻ US ബിഷപ്സ് കോൺഫറൻസിൽ ഒരു ചോദ്യം ചോദിച്ചു. മദർ തെരേസയോട് ഈ യൂറോപ്പിൽ സംഭവിച്ച പോലെ വിശ്വാസം തകർന്നു പോകാതിരിക്കാൻ അമേരിക്കയിൽ എന്താണ് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ മദർ തെരേസ ഉടനെ കൊടുത്ത മറുപടി, നിങ്ങളുടെ എല്ലാ പള്ളികളിലും നിത്യ ആരാധന ആരംഭിക്കുക. സാത്താൻ്റെ തല തകർക്കാൻ, അവൻ്റെ പ്രവൃത്തി നശിപ്പിക്കാമെന്ന ഈശോ എഴുന്നള്ളി ഇരിക്കുന്നതിനാൽ തന്നെ തിന്മകളെല്ലാം വിട്ടു. അവിടെ ദീപികാരൻ ഇപ്പോൾ കോവിഡ് കാരണം ദീപികാരൻ ആരാധന ഇല്ലെന്നാണ് അച്ഛൻ പറഞ്ഞത്. നമ്മൾ ഉടനെ റെസ്യൂം ചെയ്യണം.
ഞാൻ ലിറ്റിൽ റോക്കിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ഒരു പള്ളിയിൽ മാത്രമാണ് ദീപിക. അവിടെ 500 പേര് സൈനപ്പ് ചെയ്തിട്ടുണ്ട്. ആ പള്ളിയിൽ പ്രത്യേകം ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടെ കുർബാനയ്ക്ക് വരുമ്പോൾ, കുർബാനയ്ക്ക് വെസ്റ്റ് ചെയ്ത് അച്ഛനിങ്ങനെ വരുമ്പോൾ ജനങ്ങളെല്ലാം ദൈവം മന്ന പോലെ ഇങ്ങനെ നിൽക്കണത് സായിപ്പന്മാർ. അൽത്താരോട് കയറി കഴിഞ്ഞാൽ പിന്നെ കൃപയുടെ മഴ പെയ്യുന്ന അനുഭവം നമുക്കുണ്ടാകും. അപ്പോൾ എനിക്ക് മനസ്സിലായതാണ്, ആ ചാപ്പലിൽ രാവും പകൽ ഈശോ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ഏതാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവിടെ അനോയിൻറ്റിങ് ഉണ്ട് ശരിക്കും.